സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവിന്റെ ദാസന്റെ വചനം പോലെ ആകട്ടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മാസമായി ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഉയർപ്പിന്റെ മഹിമയെ പ്രാപിപ്പാൻ അനുഗ്രഹം ചെയ്യണമെന്ന് കർത്താവ് ഈശോ മിശിഹാ വഴി നമ്മൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പലപ്പോഴും അതിലെ പലപ്പോഴും നയിക്കും. ആമേൻ. അതിലെ പലപ്പോഴും നയിക്കും. ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈ കുഞ്ഞച്ചന്റെ ഓഡിയോയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നോ ആഞ്ചലൂസിന്റെ സമയത്ത്? ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന വിഷമിച്ചായിരുന്നു കിട്ടിയിരുന്നത്. എനിക്കൊന്ന് ഇന്റർനെറ്റ് വളരെ എന്റെ കുഴപ്പമാണോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അല്ലല്ല, ഇവിടെ ആകെ ഇന്റർനെറ്റിന് ആകെ പ്രശ്നമാണ് ഈ ദിവസങ്ങളിൽ. അല്ല, അത് മറ്റേ നിങ്ങളുടെ അവിടെയുള്ള ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നില്ലേ? ആ ഒരു സ്ഥലം പൊതുവെ വീക്കാണ്. ആ ഒരു അതെ അതെ അതെ. ഞങ്ങളുടെ ആ ഇതുകൊണ്ട് ഇങ്ങോട്ട് വേറൊന്നും വരുന്നില്ല. അല്ല, പൊതുവെ പിന്നെ ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയേച്ചാലോ അല്ലേ? തുടങ്ങിയേക്കാം. അപ്പൊ നമ്മള് ഈ വെർബുന്തോമിനിയുടെ മൂന്നാമത്തെ ഭാഗത്തിന്റെ പകുതിയോളം നമ്മൾ കടന്നു. 3 ഭാഗങ്ങളാണുള്ളത്. അത് റീക്യാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഏകദേശം തറവാണ്. ഒന്നാമത്തേത് ഒരുതരം ദൈവം സംസാരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഗതി, അസ്പർശ്യമായ ഒന്ന്, സൃഷ്ടവസ്തുക്കളോട് സംസാരിക്കുന്ന, പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്ന, അങ്ങനെ വിവിധ തലങ്ങളിൽ സംസാരിക്കുന്ന ദൈവം, അതിന്റെ പരമകാഷ്ഠയിൽ ദൈവം തന്നെയായ യേശുമിശിഹാ തമ്പുരാൻ വചനമായ അവിടുന്ന് അവതരിച്ചു എന്നുള്ളത് പറഞ്ഞു നിർത്തി. ഒന്നാമത്തേത് അതാണ്, ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട വചനം. രണ്ടാമത്തെ ഭാഗം നമ്മൾ കണ്ടത് സഭയിൽ ആരാധിക്കപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയും സഭയിൽ അനുഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്ന വചനം എന്നതിനെ സംബന്ധിച്ചിട്ട്. അതിനകത്ത് നമ്മൾ കൗദാശികത അതുപോലെയുള്ള ഒരുപാട് തലങ്ങൾ നമ്മൾ കണ്ടു. മൂന്നാമത്തെ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പൊതുധാരണ ഉണ്ടായി, ഇത് നമ്മുടെ തടിയെ തട്ടുകയില്ല, പ്രശ്നമൊന്നുമില്ല, ഇതിങ്ങനെ പഠിച്ചാൽ മതി, നല്ല രസമാണല്ലോ. ആദ്യം തൊട്ടുണ്ടായിരുന്ന വചനം അതിങ്ങനെ പ്രവർത്തനക്ഷമമായ വചനം വരും. മൂന്നാമത്തേതായപ്പം ഗതി മാറി, ചാരുകസാല സോഷ്യലിസം മാറി, അത് പറ്റുകയില്ല. എന്ന് മാത്രമല്ല, വളരെ കർശനമായ രീതിയിൽ എന്താണ് ദൈവവചന പ്രഘോഷണ സംബന്ധിയായി ഒരു ക്രിസ്ത്യാനിയുടെ ചുമതല എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ടായി. ഏറെ നമ്മളെ സ്വാധീനിച്ച ഒരു വചനമായിരുന്നു. ഇന്നലെ നമ്മളത് വീണ്ടും അയവിറക്കി. കുറെ സതുപദേശങ്ങളുടെ ഭണ്ഡാരമോ അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കാനുള്ള ആഹ്വാനമോ ഒക്കെ ആയിരിക്കും, ഒക്കെ അതിനകത്തുണ്ട് അതൊക്കെ. പക്ഷെ അടിസ്ഥാനപരമായി അതൊന്നുമല്ല ദൈവവചന പ്രഘോഷണം. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക സംഭവത്തെ കുറിച്ച്, ദൈവം മനുഷ്യനായതിനെ സംബന്ധിച്ച്, മുഖമുള്ള ഒരു മനുഷ്യനായതിനെ സംബന്ധിച്ച്, നസറേത്തിലെ യേശു ആയതിനെ സംബന്ധിച്ച് ഉള്ള വിവരത്തിന്റെ, ബോധ്യത്തിന്റെ, സത്യത്തിന്റെ പങ്കുവെക്കലാണ് സുവിശേഷ പ്രഘോഷണം. ഒരുപാട് ആടയാഭരണങ്ങളൊക്കെ അവിടെ നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. പരസ്നേഹം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആശുപത്രി നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സ്കൂള് ഒരു കുഴപ്പമില്ല. പക്ഷെ ആത്യന്തികമായി സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് എന്താണ്
എന്ന് നമ്മൾ പഠിച്ചു. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ വിവിധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഓരോരുത്തരിലും എപ്രകാരമാണ് സുവിശേഷം നമ്മൾ പ്രഘോഷിക്കേണ്ടത്, ദൈവവചനവും ലോകത്തിലുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. വീണ്ടും സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് കണ്ടു. പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യാവകാശത്തിന്റെ സംരക്ഷണവും ദൈവവചനവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. പ്രായോഗിക പരസ്നേഹം വെറുതെ പറയുന്ന സ്നേഹമല്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് ഒട്ടും മുടക്കില്ലാത്തൊരു സംഗതിയാണ്. അതേസമയം സ്നേഹം എന്ന പ്രവൃത്തിയാകട്ടെ നമുക്ക് കുറച്ച് മജ്ജയിന്മേൽ പിടിക്കുന്ന വേദന ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. വിശുദ്ധ ആഗുസ്തീനോസിന്റെ ഒരു ഭാഗത്തെ ഒരു പ്രത്യേക പരാമർശത്തെ, അഭിപ്രായത്തെ പരാമർശിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഒരുവൻ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ വർത്തിക്കാതിരിക്കുകയും എന്നാൽ അവന് ദൈവവചനത്തിന്റെ ഏതെങ്കിലും ഭാഗമോ മുഴുവനുമോ അറിവുണ്ടെന്ന് ഭാവിക്കുകയും ചെയ്താൽ, ദൈവത്തെ അറിയാമെന്ന് അവൻ ഭാവിക്കുകയും ചെയ്താൽ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് നിസ്സംശയമുള്ള ഒരു പ്രസ്താവനയോടുകൂടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 104 മുതൽ 124 വരെയുള്ള 21 എണ്ണമാണ്. അത് ഇന്ന് എല്ലാം കൂടി ഇന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. ഇനിയുള്ളത് നമ്മൾ ദൈവവചനവും സുവിശേഷ പ്രഘോഷണവും തമ്മിലുള്ള സുവിശേഷ പ്രഘോഷണവും യുവജനങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ടുന്ന ഒരു കൈപ്പുസ്തകമായി കരുതേണ്ടുന്ന ഒന്നാണ് ഫ്രാൻസിസ് പാപ്പായുടെ ക്രിസ്തുസ് വിവിറ്റ്സ്, ക്രിസ്തു ജീവിക്കുന്നു എന്ന പുസ്തകം. അതിൽ അദ്ദേഹം യുവജനങ്ങൾക്ക് സഹജമായിട്ടുള്ള സങ്കോചത്തെയും ഭയത്തെയും കുറിച്ചാണ് പരാമർശിക്കുന്നത്. അല്ല, അവർ സ്വഭാവേന യുവത്വം സുഖാന്വേഷിയാണ്. യുവത്വത്തിന് എപ്പോഴും സുഖത്തോടുള്ള അഥവാ സൗകര്യങ്ങളോടുള്ള സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമുണ്ട്. അതില്ലാത്ത യുവത്വമല്ല, വാർദ്ധക്യമാണ്. അപ്പോ അത് ആ ഫ്രാൻസിസ് പാപ്പായുടെ ക്രിസ്തുസ് വീവിത്തിന്റെ അടിവേര് കിടക്കുന്നത് ഈ 104 ദൈവവചനവും ദൈവവചന പ്രഘോഷണവും യുവജനങ്ങളും എന്നുള്ള ഈ ഖണ്ഡികയിലാണ്. ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തരം ആനുകാലികവൽക്കരണമാണ് ഈ ക്രിസ്തുസ് വീവിത്ത് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ പ്രമാണരേഖ. പ്രമാണരേഖയല്ല, പ്രബോധനം. യുവജനങ്ങള് സഭയുടെ സജീവ അംഗങ്ങളാണ്. നാം അറിയാത്ത ഒരു കാര്യമുണ്ട്, അവർ വചനം കേൾക്കാൻ ഉത്സുകരാണ്. അവരുടെ ഭാഷയിൽ സംസാരിക്കണം കേട്ടോ. അവരെപ്പോഴും വചനം പരപ്രേരണ കൂടാതെ കേൾക്കും. പക്ഷെ അതനുസരിച്ചിട്ട് വചനം പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അവരെപ്പോഴും ജീവിതത്തിൽ ഒരു ദിശാബോധം തേടുന്നവരാണ്. അവർക്ക് വേണ്ടത് 2 കൂട്ടം ആളുകളെയാ പാപ്പ പറയുന്നു. ഒന്നാമത്തേത് അധ്യാപകരെയാണ്. അവരുടെ ഭാഷയിലൊക്കെ പഠിപ്പിക്കാൻ അറിയുന്നത്. എന്താ ഈ ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം കണക്കൊന്നുമല്ല. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യനോട് സംവദിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദഭാഷയുടെ മാത്രം പേരാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതൊരു നിസ്സാരമായ കാര്യമാണ്. ഭാഷ വികസിതമാകുന്നതിന് മുമ്പ് മനുഷ്യനും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടില്ലേ? ഇനി ഭാഷയിലൂടെയാണോ നമ്മളെല്ലാം സംസാരിക്കുന്നത്? നെറ്റിയൊന്ന് ചുളിക്കുമ്പോൾ അതൊരു ഭാഷയല്ലേ? കണ്ണൊന്ന് കൂർപ്പിക്കുമ്പോൾ ഒരു ഭാഷയല്ലേ? ചുണ്ടൊന്ന് വക്രിക്കുമ്പോൾ വേറൊരു ഭാഷയല്ലേ? അഭിനന്ദന സൂചകമായി കണ്ണൊന്ന് വിടർത്തുമ്പോൾ, ചെവിയൊന്ന് കൂർപ്പിക്കുമ്പോൾ, തള്ളവിരലൊന്ന് ഉയർത്തുമ്പോൾ, അതൊക്കെ ഭാഷകളാണ്. അവരുടെ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ പഴകിപ്പൊടിഞ്ഞ വക്ക് പൊട്ടിപ്പോയ പിഞ്ഞാണത്തിൽ വിളമ്പാനുള്ളതല്ല സുവിശേഷം. അത് അവർക്ക് ആകർഷണീയമായ രീതിയിൽ പറയാനുള്ള വെല്ലുവിളി നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. അത് നേരിടണം. അവർക്ക് അധ്യാപകരെ വേണം. ആ അർത്ഥത്തിലാണ് നമ്മൾ അധ്യാപകരാവുക. അല്ലാതെ പഠിക്കാൻ വേണ്ടി നിർഭാഗ്യവാന്മാരായ അവർ ഇരുന്നു തരുന്ന ആ 1 മണിക്കൂർ നേരത്ത് നമ്മൾ കാണിക്കുന്ന ഗോഷ്ഠിയുടെ പേരല്ല അധ്യാപനം. അധ്യാപനം എന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ
പദസങ്കേതങ്ങൾ, ടെർമിനോളജി, പദസങ്കേതങ്ങൾ ഉപയോഗിച്ച് അവരോട് ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്. വീണ്ടും അവർക്ക് വേണ്ടത് സാക്ഷികളെയാണ്. ഏതെങ്കിലും ഒരു യുവാവ് എനിക്ക് ക്രൈസ്തവികത നിരർത്ഥകമാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സത്യസന്ധതയെ നാം സാദരം എന്താ പറയുക, ആദരിക്കണം, നമിക്കണം. എന്താ കാര്യം? അവൻ നേരെ പറയുന്നത്. അവന് സാക്ഷികളുണ്ടെങ്കിൽ ഒന്നും വേണ്ട. എന്തുകൊണ്ട് എന്ന ചോദ്യം അവൻ ചോദിച്ചോളും, തെരഞ്ഞോളും, കൂടെ പോന്നോളും. അപ്പോ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് വരാൻ അനുവദിക്കുന്ന യുവാക്കൾ ഉണ്ടാകുക എന്നതിൻ്റെ അർത്ഥം അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന അധ്യാപകരും അവർക്ക് മുന്നിൽ നിൽക്കുന്ന സജീവരായ സാക്ഷികളും ഉണ്ടാവുക എന്നാണ്. അവരോടായി മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യവും മനോഹാരിതയുമാണ് മഹത്വവുമാണ് ലഭിക്കുന്നത്. ഒന്നും നഷ്ടപ്പെടുന്നില്ല, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല. ഉത്തമമായ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരിക്കലും ഒരു അടിമത്തമല്ല. ഭയപ്പെടേണ്ട ഒരുവനല്ല ക്രിസ്തു. നിങ്ങളോടൊത്ത് നടക്കുന്നവനാണവൻ. നിങ്ങൾ എന്തവന് വേണ്ടി കൊടുക്കുന്നോ അത് 100 ഇരട്ടി തിരികെ തരുന്നവനാണവൻ. അവന്റെ സാമീപ്യം കൊണ്ട് വർദ്ധമാനമാകുന്നത് മനുഷ്യത്വമാണ്. അവന്റെ സാമീപ്യം കൊണ്ട് വർദ്ധമാനമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന കയ്യൊപ്പിന്റെ പ്രവർത്തനങ്ങളാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, വികാരനിർഭരനായി അദ്ദേഹം പറയുന്നുണ്ട്, പ്രിയ യുവജനങ്ങളെ, ദൈവവചനത്തോട് നിങ്ങൾ വാതിൽ തുറക്കുക. നമ്മൾ ഈ ഒരുമിച്ചിരുന്ന് ഇവിടെ ഇത് ദൈവവചനം പഠിക്കുമ്പോൾ അതെനിക്കുള്ളതല്ല എന്ന് വിചാരിക്കരുത്. യുവത്വം കഴിഞ്ഞു പോയവൻ അധ്യാപകരും സാക്ഷിയുമാകാനുള്ള അതിമനോഹരമായ വിളിയാവുള്ളത്. എനിക്കും എൻ്റെ ചുറ്റിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലുമുള്ള യുവാക്കള് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ കർത്താവ് അവരോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നോട് ചോദിക്കും എന്നതിനെ കുറിച്ച് എൻ്റെ മനസ്സ് ഭാരപ്പെടുന്നുമുണ്ട്. അടുത്തതായി അദ്ദേഹം പറയുന്നത് ദൈവവചനവും കുടിയേറ്റക്കാരും എന്ന് പറയുന്ന സംഗതിയിലാണ്. അത് അജപാലനകരമായ ഒരു കാര്യമല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും. അതൊന്നുമല്ല. തിരുസഭ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും സർവസ്പർശിയാണ്, സർവരെയും സ്പർശിക്കുന്നതാണ്, സർവരെയും ബാധിക്കുന്നതാണ്, സകലരും സംബന്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ? നിങ്ങൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം അത് 2 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ അറിയാവുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്ന ദൈവത്തെ അറിയില്ലാത്ത ആളുകൾ. 2, ദൈവത്തെ അറിയില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന, ക്രിസ്തുവിനെ അറിയില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന ക്രിസ്തുവിനെ അറിയുന്നവരെ. ഇതാ നിങ്ങളുടെ ഉദാഹരണമാണ് രണ്ടാമത്തേത്. ക്രിസ്തുവിനെ അറിയാത്തവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ക്രിസ്തുവിനെ അറിയുന്നവർ. ഒത്തിരി കാലം മുമ്പൊന്നുമല്ല, ഒരു 30 കൊല്ലം മുമ്പ് കല്ലായിലുള്ള ഒരു മുസ്ലിം തടിക്കച്ചവടക്കാരൻ ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, നമ്മുടെ ഒരു മെന്ററോട്, നിങ്ങളുടെയൊക്കെ അന്നത്തെ യുവാക്കളുടെ ഒരു മെന്ററോട് ചോദിച്ചു, എടോ എനക്ക് കണക്ക് എഴുതാൻ ഒരു കുട്ടീനെ വേണം. അയാൾ പറഞ്ഞു, എത്ര വേണമെങ്കിലും തരാം. എംകോമോ ബികോം ആണോ? ബികോം ഉള്ളവർ തരാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും തരാം. എനക്ക് ബികോം എകോമോ ഒന്നുമല്ല വേണ്ടത്, ഇന്റെ ജാതി ഒരാള് വേണം. ആയിക്കോട്ടെ, നമുക്ക് തരാമല്ലോ. ഇന്ത്യ ജാതിയായാൽ മാത്രം പോരാ, ഞാളെ ഒരു സാധനം ഉണ്ടല്ലോ, പിന്നെ ലീഗിനൊരു ചെറിയ പിന്നെ അതിന്റെ കുട്ടികളെ ഒരു സംഗതി, യൂത്ത് ലീഗ്, അതുപോലെ ഇങ്ങൊക്കെ ഉണ്ടല്ലോ യൂത്ത്, അജാതി ഒരെണ്ണത്തിനെ വേണ്ടത്. സംഭവം മനസ്സിലായോ? എനിക്കൊരു ജീസസ് യൂത്തിനെ വേണമെന്ന്. അയാൾക്കാകെ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ ഉള്ളൂ, ജീസസ് യൂത്ത് ആയിരിക്കണം. അതാണ് അയാൾ സ്പെസിഫൈ ചെയ്ത ക്വാളിഫിക്കേഷൻ. ജാതികളുടെ ഇടയിലെ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ പുസ്തകം എടുത്ത് പൊക്കി കാണിക്കുന്നതിന്റെ പേരല്ല, അത് ജീവിതം കൊണ്ട് കൊടുക്കുന്ന സാക്ഷ്യത്തിന്റെ പേരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തുവിനെ അറിയാത്തവന്റെ അടുത്ത് ക്രിസ്തുവിനെ അറിയുന്നവൻ സംസാരിക്കുന്നത് ജീവിതം കൊണ്ടാണ്, പ്രവൃത്തി കൊണ്ടാണ്, വാക്കുകൊണ്ടല്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവൻ ഉത്തരം വിശ്വാസ സംബന്ധിയായ നമ്മുടെ നിലപാടുകളുടെ വിസ്താരത്തിലാണ് നടക്കേണ്ടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അവൻ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെയായിരിക്കും. ഇതിനോടൊരു വലിയ വെല്ലുവിളി നിങ്ങൾക്ക്, ഞാൻ പറയുന്നത് പ്രവാസികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്.
നിങ്ങളുടെ കൂട്ടായ്മ ഒരു സബ് സൊസൈറ്റിയാണ് നിങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അത് അനേകർക്ക് മാതൃകയാണ്, അനേകർക്ക് അത് എന്താ പറയുക അതിശയമാണ്. അതെ, അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുക. ഇനി നേരെ തിരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിനകത്തുള്ള ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ഒരു കാര്യം പറയാം. ഞാനടക്കമുള്ള ഒരു അലംഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എൻ്റെ പള്ളിയിൽ ഞാൻ വേറെ പുറത്തൊരിടത്തോടും പോകുന്നില്ല. ക്രിസ്തുമസിനും ഈസ്റ്ററിനും വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ മാത്രമേ അവർ വരാറുള്ളൂ. ക്രിസ്തുമസിന്റെ പാതിരാ കുർബാനയ്ക്ക് വരുന്ന ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന കറുത്ത നിറമുള്ള ഒരുപാട് പേരുണ്ട്. അവരാരും പിന്നീട് ഒരിക്കലും പള്ളി വന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വരും ഈസ്റ്ററിന്റെ കുർബാനയുടെ അന്ന്. അപൂർവം ചിലർ അവരിൽ ഓശാനയുടെ അന്ന് ഓല വാങ്ങാനും വരും. എന്റെ മുഴുവൻ കുറ്റസമ്മതവും നടത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അവരെവിടെയാ ഉള്ളത്? എനിക്കറിയില്ല. അവരുടെ വിശ്വാസം ആരാ പരിരക്ഷിക്കേണ്ടത്? എല്ലാരും പറയാറില്ലേ ബംഗാളികൾ ഇവിടെ വന്നിട്ട് ശല്യമാണെന്ന്. അതിൽ എത്ര പേര് ക്രിസ്ത്യാനി ഉണ്ടെന്ന് ആര് കണ്ടു? ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല. തമിഴന്മാർ അലഞ്ഞു നടക്കുന്നവരുണ്ട്, അവരുടെ ഇടയിലില്ലേ ക്രിസ്ത്യാനികൾ? ചിന്തിക്കണം. കേരളത്തിലെ എന്നല്ല, ലോകത്തിൽ എവിടെയുമുള്ള ക്രിസ്തീയ സഭകൾ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ദത്തശ്രദ്ധരായിരിക്കണം. പുതിയ പ്രഘോഷണ രൂപങ്ങൾ വേണം, കൂട്ടായ പ്രവർത്തനങ്ങൾ വേണം. മാർപ്പാപ്പ പറയുന്നതാ, രൂപതാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം. മാർപ്പാപ്പ നുണയല്ല പറയുന്നത് എന്നുള്ളതിന്റെ ഒരു പച്ചയായ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏടു ചീന്തി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തന്നതാ. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അടുത്തത് അദ്ദേഹം ദൈവവചന പ്രഘോഷണം സഹനം അനുഭവിക്കുന്നവരുടെ ഇടയിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ലോകത്തിന്റെ വേദനയുടെ മുമ്പിൽ മനുഷ്യന്റെ വചനം നിശബ്ദമാവുകയാണ്. എന്തുകൊണ്ട് ദൈവമേ എന്ന ചോദ്യത്തിന് ആദ്യത്തെ മനുഷ്യന്റെ നിലവിളിയോളം പഴക്കമുണ്ട്. അവസാനത്തെ മനുഷ്യൻ മരിച്ചു വീഴുമ്പോഴും അവൻ അവസാനം ചോദിക്കുന്ന കൃത്യമായ ചോദ്യങ്ങളിൽ ഒന്ന് എന്തുകൊണ്ട് ദൈവമേ എന്നായിരിക്കും. മനുഷ്യന്റെ സമാശ്വാസത്തിനും ഒരതിരുണ്ട്. ഈ സമാശ്വാസത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ദൈവവചനം ആരംഭിക്കുക ചെയ്യുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് ഈ ഒരർത്ഥം മാത്രമല്ല ഉള്ളത് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവനാ ക്രിസ്ത്യാനി. അതിന്റെ പേരാ വചന പ്രഘോഷണം. നിങ്ങൾ പ്രത്യാശയില്ലാതെ മരിച്ചവരെ കുറിച്ച് വിലപിക്കരുത് എന്ന് പറഞ്ഞത് മരണാനന്തര ജീവിതത്തിന്റെ അത്ഭുതകരമായ ഒരു താക്കോല് കൊണ്ടൊന്ന് തുറന്ന് ഒന്ന് പാളി നോക്കിയതാ നമ്മളാ സ്വർഗത്തിലേക്ക്, മരണാനന്തര ജീവിതത്തിലേക്ക്. വീണ്ടും ക്രിസ്തു വിമോചകനാണെന്നും ആ വിമോചനത്തിന് ഈ ലോകത്തിൽ മാത്രമുള്ള അർത്ഥമല്ല ഉള്ളത് എന്നുമുള്ള കൃത്യമായ ഒരു ബോധ്യം സഹനം അനുഭവിക്കുന്നവന്, പ്രത്യേകിച്ചും മരണകരമായ സഹനം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പകർന്നു നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ലോകത്തിൽ വേദനയും മരണവും ഒക്കെ വന്നത് പാപം മൂലമാണെന്നും ഈ പാപത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് എന്നേക്കുമായി വേദനാരഹിതമായ ഒരു ജീവിതത്തെ സമ്മാനിക്കാൻ നമുക്ക് കഴിവുള്ളവനാണ് ക്രിസ്തു എന്നുമുള്ള അനശ്വരമായ വചനം പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ വികാരനിർഭരമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. അനേകം ക്രൈസ്തവ വൈദികരും സമർപ്പിതരും ആത്മായരുമൊക്കെ ക്രിസ്തുവിന് തങ്ങളുടെ ജീവിതങ്ങൾ കടം കൊടുക്കുന്നവരാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയെന്ന്. സാക്ഷ്യത്തിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വേദനിക്കുന്നവന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നവരാണ് അത് അവർ എന്ന്. സഹനകാലത്ത് പിടിച്ചു നിൽക്കാനും പ്രത്യാശയോടുകൂടെ
ജീവിതത്തെ നോക്കിക്കാണാനും ദൈവവചന പാരായണം അനുപേക്ഷണീയമാണ് എന്ന ബോധ്യം നമുക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം ഏറെ സെൻസിറ്റീവായ വേറൊരു ഒരു 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 വിഷയത്തിലേക്ക് തിരിയുന്നു. ദൈവവചന പ്രഘോഷണവും ദരിദ്രരും. ദരിദ്രനാണ് യേശുവിന്റെ ഏറ്റവും അടുത്ത അനുയായി. കയ്യിൽ കാശുള്ള ആരും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കാശ് ഉണ്ടാക്കാൻ വേണ്ടി ആരുമായിട്ട് ചെന്നിട്ടുമില്ല അവന്റെ അടുത്തേക്ക്. ദരിദ്രനായിരുന്നു ഏറ്റവും കൂടുതൽ സുവിശേഷം കേൾക്കാൻ അവകാശമുള്ളവർ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം പാവപ്പെട്ടവന് വേണ്ടിയാണ് സുവിശേഷം വിരചിക്കപ്പെട്ടത്. സുവിശേഷം അടിസ്ഥാനമാക്കിയിരിക്കുന്ന ക്രിസ്തീയത വളർന്നതും വികസിച്ചതും അതിന്റെ വേര് പാകിയിരിക്കുന്നതും ഒക്കെ ദരിദ്രനില്ല, അന്നേക്ക് വകയില്ലാത്തവന്റെ അടുത്താണ്. മാത്രമല്ല, അവരാണ് ക്രിസ്തീയതയുടെ ലക്ഷ്യവും. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അഭിവാഞ്ച, സഹോദരന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അഭിവാഞ്ച മനുഷ്യനിൽ സൃഷ്ടിക്കുന്നതാണ് ക്രിസ്തീയതയെങ്കിൽ ആ സഹോദരൻ അവിടെ ഉണ്ട്. അവന് ദാരിദ്ര്യമുണ്ട്, ദുഃഖമുണ്ട്, ക്ലേശമുണ്ട്, രോഗമുണ്ട്, സഹനങ്ങളുണ്ട്. അവന്റെ ജീവിതത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരർത്ഥത്തിൽ ഇതിങ്ങനെ പറയാൻ കഴിയും. ദരിദ്രൻ എന്ന ക്യാൻവാസിൽ പരസ്നേഹം കൊണ്ട് നമ്മൾ വരച്ചു ചേർക്കുന്ന മനോഹരമായ പുഷ്പമാണ് ക്രിസ്തീയത. പരസ്നേഹ പ്രവർത്തികൾ അതിൻ്റെ ഒരു എന്താ പറയുക, ചായം ചാലിച്ച് തേക്ക് അവന്റെ ജീവിതത്തിനെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇനി അദ്ദേഹം വേറൊരു കാര്യം കൊണ്ട് പറയുന്നുണ്ട്. ഇത് ബെനഡിക്ടോസ് 16 വചനത്തിന്റെ പ്രാധാന്യം മാറ്റിവെക്കുന്ന കളിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം കൊടുത്താൽ ആരും കൂടെ വരികയില്ല. അപ്പം തിന്നിട്ട് അവന്റെ വഴിക്ക് പോവുകയുള്ളൂ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയതിന്റെ പിറ്റേ ദിവസമുള്ള ആൾക്കൂട്ടം നിങ്ങൾക്കറിയാം. എന്തായിരുന്നു കഥ? അപ്പൊ ഈശോ അവരെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറയുന്നില്ലേ, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് നീ ഇവരെന്നെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം ഒരിക്കലും പാൽപ്പൊടിയിലും അപ്പത്തിലും ഒതുങ്ങരുത്. അതല്ല വേണ്ടത്. രണ്ടും രണ്ടാണ്. നമ്മുടെ പരസ്നേഹത്തിന്റെ പ്രകടനം ദൈവവചന പ്രഘോഷണമായിട്ട് തെറ്റിദ്ധരിച്ചുകൂടാ. അതിന് ദൈവവചന പ്രഘോഷണം തന്നെ വേണം. അതുകൊണ്ടാണ് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം 3 കാര്യങ്ങൾ ഒരുമിച്ച് വേണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് പരസ്നേഹ ശുശ്രൂഷ, രണ്ടാമത്തേത് ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷം, മൂന്നാമത്തേത് വചന പ്രഘോഷണം. ഇതൊരു മുപ്പിരിക്കയറ് പോലെ പോകണം. ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷവും വചന പ്രഘോഷണവും കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ എന്ന പോലെ കഞ്ഞിയും കുടിക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പരിഹസിച്ച് യാക്കോബ് ശ്ലീഹ പറഞ്ഞിട്ടില്ലേ, നീ തീ കായ്, വിശക്കുന്നവനോട് നീ തീ കായ്, സ്വസ്ഥമായിരിക്കെ എന്നൊക്കെ പറയുന്നതിൽ വലിയ കഥയില്ലെന്ന്. പലപ്പോഴും അങ്ങനെ ആകാറുണ്ട് സുവിശേഷ പ്രഘോഷണം. നമ്മുടെയൊക്കെ ക്രൈസ്തവ സാക്ഷ്യങ്ങൾ, അവന്റെ ജീവിതത്തിലെ പൊള്ളുന്ന വിഷയങ്ങൾ നമുക്ക് പ്രശ്നമല്ല. നമ്മളിങ്ങനെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നാ പിന്നെ എന്നൊരു വാക്കോട് കൂടി ഉപസംഹരിക്കും. അതിന്റെ നേരെ തിരിച്ച് വേറൊരു കാര്യം കൂടി നടത്താറുണ്ട്. പരസ്നേഹം ഉച്ചസ്ഥായിയിൽ ഉണ്ടാവും. അതിന്റെ ഗംഭീരം പ്രകടനങ്ങളൊക്കെ ആവും. ക്രിസ്തു എന്ത് ക്രിസ്തു? അതായത് ഭൗതിക തലത്തിലേക്കാ അത് ഒതുങ്ങുന്നത്. ഒന്ന് വരട്ട് തത്വവാദത്തിലേക്കും മനുഷ്യനുമായി ബന്ധമില്ലാത്ത ആത്മീയതയിലേക്കും മാത്രം വിരൽ ചൂണ്ടുമ്പോൾ, മറ്റത് ഭൗതികമായ വെറും കൊള്ളലിലും കൊടുക്കലിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. മനുഷ്യന്റെ മഹനീയതയെ അത് ഇകഴ്ത്തി കാണിക്കുന്നു. എന്താ മനുഷ്യന്റെ മഹനീയത? മനുഷ്യന്റെ മഹനീയത വേറൊന്നുമല്ല, അവന് നിത്യമായ ഒരു ജീവൻ ഉണ്ട് എന്നുള്ളത്, നിത്യമായ ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് തന്നെ. ആ ജീവിതം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവൻ ഇവിടെ ജീവിക്കാൻ അർഹനാകുന്നതും ഈ ജീവിതത്തിന്റെ സാധൂകരണവും അതാണ്. ഈ ജീവിതത്തിനെ വാലിഡേറ്റ് ചെയ്യുന്ന സംഗതി അതാണ്. അപ്പൊ അതുകൊണ്ട് സുവിശേഷ പരസ്നേഹ ശുശ്രൂഷയും ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷവും വചന പ്രഘോഷണവും ഒരു മുപ്പിരിക്കയറ് പോലെ ഒരുമിച്ച് ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. പാവപ്പെട്ടവർ സുവിശേഷവൽക്കരണത്തിന് നിർവാഹകരാണ്. അവരാണ് അതിന്റെ നിർവാഹകര്. അവര് ദൈവത്തിന്റെ
എന്താ നിസ്വർ അനാമിൻ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരവര്. നമുക്കൊക്കെ അല്ലേ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള ഒരു വലിയ എന്താ പറയുന്ന പ്രശ്നം ആയി പിന്നെ ഈ സമ്പത്ത് വരുന്നത്. ആ ഒരു ഇന്ററപ്ഷൻ ഉണ്ടായതാ കേട്ടോ ഇവിടുന്ന്, സോറി. അപ്പോ പിന്നെ അപ്പോ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവാന്മാരാണ് ദരിദ്രര്. നമുക്കാണ് അവരെ നിർഭാഗ്യവാന്മാരായിരിക്കുന്നത്. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവർ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ അത് അവരുടെ രക്ഷകനും അവരുടെ എന്താ പിന്നെ അവസാനത്തെ ആശ്രയവുമായവനെയാണ് അവര് സമീപിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്താണികൾ പലതാണ്. അവർക്ക് അങ്ങനെയൊന്നില്ല, ദൈവം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവാശ്രയബോധത്തിന്റെ ഒരു മാതൃകയും കൂടിയാണ് അവര് എന്നാ പറയുന്നത്. വീണ്ടും ഏറെ പരിഹാസത്തോടുകൂടെ, കുറിക്കൊള്ളുന്ന പരിഹാസത്തോടുകൂടെ പാപ്പ പറയുന്ന ഒരു സംഗതിയുണ്ട്. ചെറുക്കപ്പെടേണ്ട ദാരിദ്ര്യമുണ്ട് ഇവിടെ, ഒപ്പം ശീലിക്കപ്പെടേണ്ട ദാരിദ്ര്യവുമുണ്ട്. ചെറുക്കപ്പെടേണ്ടുന്ന ദാരിദ്ര്യം ഒരു തിന്മയാണെങ്കിൽ ശീലിക്കപ്പെടേണ്ട ദാരിദ്ര്യം ഒരു പുണ്യമാണ്. രണ്ടും അതാതിന്റെ അർത്ഥം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത് രണ്ടും നമ്മളെ സഹായിക്കും. എന്താണ് ശീലിക്കപ്പെടേണ്ടുന്ന ദാരിദ്ര്യം? വിസ്താര ഭയത്താൽ ഞാനത് അധികം പറയുന്നില്ല. ഏറെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിലൊക്കെ അഭിരമിക്കുന്നതിന്റെ പേരാണ് ധനികനാവുക എന്നുള്ളത്. ശീലിക്കപ്പെടേണ്ടുന്ന ദാരിദ്ര്യം ആറുവാര തുണി തുളച്ചിട്ടിരിക്കുന്നവരുടെ മാത്രം കുത്തകയല്ല. സാധാരണ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന ഏതൊരുവരും ദാരിദ്ര്യം ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇത് മതി. ആ ഒരു മനോഭാവത്തിന്റെ പേരും കൂടെയാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. സുവിശേഷത്തിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു മൊഴിയുണ്ടല്ലോ, ഒരു സത്യമൊഴിയുണ്ടല്ലോ. ഉള്ളതിന് സംതൃപ്തിയുള്ളവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അതാണ് സത്യം. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്നവനാണ്. അടുത്തതായി അദ്ദേഹം 108 എന്ന് പറയുന്ന ഖണ്ഡികയിലേക്ക് വരുമ്പോൾ പ്രകൃതി സംരക്ഷണത്തെ സംബന്ധിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തുസ് വിവിത്ത് എന്ന് പറയുന്നത് 104 അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുണ്ടെങ്കിൽ, ഫ്രാൻസിസ് പാപ്പയുടെ ലൗദത്തോ സി എന്ന പ്രഖ്യാതമായ ചാക്രിക ലേഖനം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്, അത് പരാമർശിക്കുന്ന വിഷയങ്ങൾ ഈ 108 പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സൃഷ്ടവസ്തുക്കളുടെ മനോഹാരിത, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നും ഈ ലോകത്തിലുള്ള ഒന്നും തിന്മയല്ല, എല്ലാം നന്മയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാം ദൈവം നന്ന് എന്ന് കണ്ടതാണ്, അതിലൊന്നും തിന്മയല്ല. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം തമ്മില് ഒരു അടിസ്ഥാനപരമായ പാരസ്പര്യം നിലവിലുണ്ട്. ഈ പാരസ്പര്യത്തെ തകർക്കുന്ന ഒന്നും പ്രകൃതിക്ക് താങ്ങാൻ പറ്റില്ല. പുതിയ ഒരു പരിസ്ഥിതി വിജ്ഞാനീയം നമ്മൾ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുക. വളരെ പ്രഖ്യാതമായ ഒരു ചൊല്ലില്ലേ, ഇന്നലെ നിന്ന് കടം വാങ്ങി നാളേക്ക് കൊടുക്കേണ്ടുന്ന എന്റേതല്ലാത്ത ഒന്നിന്റെ പേരാണ് പ്രകൃതി. ഈ ഭൂമി ഇന്നലെയിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിരിക്കുന്നതാണ്, ഇത് നാളേക്ക് ഞാൻ പകരേണ്ടുന്നതാണ്. ഇതിനകത്ത് എനിക്കൊന്നുമില്ല, ഞാനാണ് ഇതിന്റെ കൈകാര്യക്കാരൻ എന്ന് നമ്മൾ പറയുമ്പോൾ പ്രകൃതിയെ മാത്രമല്ല അതിനെ സൃഷ്ടിച്ചവനെയും നമ്മൾ ദ്രോഹിക്കുന്നു എന്ന തിരിച്ചറിവ് വേണം. അതുകൊണ്ട് മനുഷ്യൻ
ദൈവത്തിന്റെ സംവിധാനം അനുസരിച്ച് മനുഷ്യൻ പ്രയോജനപ്പെടുത്താനുള്ളതാണ് പ്രകൃതി എന്നും, അതുകൊണ്ട് അത് പ്രകൃതിയെ സമീപിക്കുമ്പോൾ ഈ എനിക്ക് പ്രയോജനപ്പെടുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ഉടമസ്ഥാവകാശം എനിക്ക് സംസിദ്ധമാകുന്നില്ല എന്ന ബോധ്യത്തോടു കൂടി അടിസ്ഥാനപരമായ വിനയം അവിടെ ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഭാഗം അങ്ങ് അവസാനിപ്പിക്കുക, ഈ ഒരു ട്രെൻഡ് അങ്ങ് അവസാനിപ്പിക്കുക. ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും സംസ്കാരവുമായിട്ടുള്ള സംവാദത്തെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. സംസ്കാരത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം അടുത്ത ഖണ്ഡികകളിൽ വളരെ ആഴമേറിയ വിധത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്നത് ആദ്യമായി അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയമാണ്. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് സംസ്കാരങ്ങളും ഭാഷകളും പ്രതിരൂപങ്ങളും പ്രയോഗങ്ങളും ഒക്കെ വഴിയാണ്. ഒരു സംസ്കാരത്തെ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മൂർത്തമായ രീതിയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയത് നമുക്കറിയാം ഇസ്രയേലിന്റെ പശ്ചാത്തലത്തിലാണ്. ഇസ്രയേലിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഭാഷാപരവും ശൈലീപരവുമായ പ്രയോഗപരമായ പശ്ചാത്തലത്തിലാണ് ദൈവം നമുക്ക് അവിടുന്ന് വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ തുടർച്ചയും പൂർത്തീകരണവുമായി പുതിയ നിയമത്തെ കാണേണ്ടിയിരിക്കുന്നു എന്ന് നാം പറയുന്നത്. ദൈവം അവിടെ വെളിപ്പെടുത്തിയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് ദൈവവചനം മോചിതമല്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, ഏതൊരു സംസ്കാരത്തിലും ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം സംസ്കാരത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുകയില്ല. ഒരു പൊതു സംസ്കാരമുണ്ട്, പിന്നെ ഒരു തരം ഉപസംസ്കാരങ്ങളുണ്ട്, സൊസൈറ്റി ആൻഡ് സബ് സൊസൈറ്റി. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇന്ത്യയിൽ ഒരു പൊതു സംസ്കാരമുണ്ട് എന്ന് പറയുന്നിടത്തോളം മണ്ടത്തരം വേറെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അനേക സംസ്കാരങ്ങളുടെ ഒരു സഞ്ചയം മാത്രമാണ് ഇന്ത്യ. ഇന്ത്യ എന്നല്ല, അത് വേറെ ഏതാണെങ്കിലും അതെ. ഒരു രാജ്യത്തിന്റെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് കടലാസിൽ മാത്രം എഴുതി വായിക്കാവുന്ന ഒരു ആശയമാണ്. എന്നാൽ അങ്ങനെ ഒരു സംസ്കാരമൊന്നുമില്ല. ഇനിയിപ്പോ കേരളത്തിന്റെ സംസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. സംസ്കാരങ്ങളുടെ സഞ്ചയമാണ് കേരളത്തിന്റെ സംസ്കാരം. ഏത് സംസ്കാരത്തിന്റെ? ഉപസംസ്കാരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ. എന്താണ് ഈ ഉപസംസ്കാരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ? ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല്, ഞാനിവിടെ ജീവിക്കുന്നത് ഹൈന്ദവരുടെ ഇടയിലാണ്. മുസ്ലിങ്ങളും അത്യാവശ്യമുണ്ട്, രണ്ടു കൂട്ടരുണ്ട്. അപൂർവം ചിലയിടത്ത് കൂണ് മുളച്ച മാതിരി ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ, ഒന്നോ രണ്ടോ ക്രിസ്ത്യാനികൾ ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. വളരെ അപൂർവമാണ്. ഒരു പാലക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു എറണാകുളംകാരനെ പോലെ സമൃദ്ധമായി കാണുന്ന ഒന്നല്ല ക്രിസ്ത്യാനികൾ. പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. ഒരു വാർഡ്, 15 പേരുള്ള ഒരു വാർഡ്, ആ വാർഡിലെ ഓരോരുത്തരും തമ്മിൽ ഒരു സംസാരം, പ്രത്യേകിച്ചൊരു സ്നേഹം, പ്രത്യേകിച്ചൊരു കാപ്പികുടി, വേറൊരു സംസ്കാരമാണ് പങ്കുവെക്കുന്നത്. മലബാറിയുടെ സംസ്കാരം എന്ന് പൊതുവെ പറയുന്നത് ഒരു വേള എനിക്ക് ആ ഭാഷയിൽ ആക്സന്റിൽ സംസാരിക്കാൻ കഴിയും എന്നതിന് മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. ഈ ഉപസംസ്കാരങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ അയാളുടെ ഓണത്തിന് ഉണ്ണാൻ പോകുന്നു, അയാൾ ക്രിസ്മസിന് എൻ്റെ അടുത്തേക്ക് വരുന്നു. ഉപസംസ്കാരങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ. ഇങ്ങനെ ഒരു പൊതു സംസ്കാരത്തിനകത്ത് ഒരുപാട് ഉപസംസ്കാരങ്ങളും അവ തമ്മിലുള്ള വിനിമയങ്ങളുമുണ്ട്. ഇതിനകത്തൊക്കെ ദൈവവചനത്തിന് അതിൻ്റെതായ കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ പറ്റണം. നമ്മുടെ സംസ്കാരത്തിനകത്ത് ദൈവവചനം കടന്നു വന്ന് ആ സംസ്കാരത്തെ വിമലീകരിക്കണം. ഇപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ചില സംസ്കാരങ്ങളുടെ പ്രത്യേകതയാണ്. ഒരിക്കല് ഈ നിങ്ങളുടെ നാട്ടിലെ കാര്യം ഞാൻ പറയുന്നത്, മസീറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞാനൊരു ജങ്കാറിൽ കുത്തിയിരിക്കുക. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കിട്ടി, അതുപോലെ കുത്തിയിരിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നുമില്ല. അപ്പൊ വേറെ ബാക്കിയുള്ള സീറ്റെല്ലാം ഒഴിവാ. 1, 2, 3 സീറ്റേ ഉള്ളൂ. ഞാൻ ആദ്യം തന്നെ ചാടിക്കറി, സീറ്റിലെ ആളുള്ളൂ, ഞാൻ ആദ്യം തന്നെ ചാടിക്കറി ഇരുന്നതാ. ഒത്തിരി സീറ്റുള്ള ഇത് കാണാം. ഓരോരുത്തർ കടന്നു വരുന്നു നിങ്ങളുടെ നാട്ടുകാരാണ്. ആരും നിങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ മലയാളികളല്ല, ഒമാനികളാ വരുന്നത്.
അവരോരോരുത്തരും പരസ്പരം ആലിംഗനം ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഒരാൾക്ക് അയാൾക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കസേരയിൽ പോകുന്നതിന് മുമ്പ് മരണക്കളി കളിക്കണം. അത്ര ആലിംഗനം, അങ്ങനെയുള്ള ഒരുപാട് ഏർപ്പാടുകളൊക്കെ നടത്തണം. ആചാരങ്ങളുടെ ഒരു ബാഹുല്യം. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? രണ്ടുപേര് പരസ്പര ലോഹ്യത്തോടു കൂടി തികഞ്ഞ ബഹുമാനത്തോടു കൂടി KSRTC ബസ്സിന്റെ വരാൻ വേണ്ടി കാത്തു നിൽക്കുക. ബസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാവുന്ന ആ ബഹളവും അയാളെ ചവിട്ടിത്തെറിപ്പിക്കുന്നതൊക്കെ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ ഇകഴ്ത്തിയോ അതിനെ പുകഴ്ത്തിയോ സംസാരിക്കാൻ വേണ്ടിയല്ല. ഓരോ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലും ദൈവവചനത്തിന്റെ വിനിമയം വിഭിന്നമാണ്. അത് പറയാൻ വേണ്ടിയാ. ഒരേ ദൈവവചനം ഓരോ സംസ്കാരത്തിലും ക്രിസ്ത്യാനി ബോധപൂർവം വിനിമയം നടത്തേണ്ടതുണ്ട്. ആ സംസ്കാരത്തോട് അത് പ്രവർത്തിക്കേണ്ടതുണ്ട്. സംസ്കാരത്തിലേക്ക് ദൈവവചനം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, എന്തായിരുന്നു ഏലിയാസ് അച്ഛന്റെ മഹത്വം? പള്ളിയുടെ കൂടെ പള്ളിക്കൂടം വെച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ ആരാന്നുള്ളതിനെ പറ്റി ഒരുപാട് ചർച്ചകളും അതിന്റെ പേരിലുള്ള വർഗീയ കാരണങ്ങളും നടക്കുമ്പോ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോ മാറി നിന്ന് ചിരിക്കുന്ന ഒരു മഹാനുഭാവനുണ്ട്. അദ്ദേഹമാണ് ഈ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കേരളത്തിന്റെ ചരിത്രം മാറ്റാൻ വേണ്ടി അദ്ദേഹം നിയുക്തമായത് ഏത് പ്രേരണയാലാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടുന്നത്. അത് ദൈവത്തിന്റെ വചനത്തെ കൊടുക്കുക എന്ന പ്രേരണയോടുകൂടിയാണ്. ഇനി ഇന്ത്യയുടെ മുഴുവൻ സാംസ്കാരിക പശ്ചാത്തലം എടുത്തോളൂ. സതി അത് മാറ്റിയതാരാ? രാജാ റാംമോഹൻ റോയ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 6ാം ക്ലാസ്സിൽ? അല്ല, അദ്ദേഹം അവരെ ബോധവൽക്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാറ്റാനുള്ള നെഞ്ഞുണ്ടായ ഭരണാധികാരികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ക്രൈസ്തവ ആദർശങ്ങളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. വീണ്ടും തീണ്ടല്, തൊടിയില്, ഇതൊക്കെ എങ്ങനെ പോയി? ചില പ്രത്യേക സംസ്കാരങ്ങളുമായി ക്രൈസ്തവികത പ്രതിപ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ ഒരുപാട് നല്ല ഫലങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരുവേള നമുക്കത് അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിവില്ലാകൂല. അത്രയേ ഉള്ളൂ. നമ്മള് സാധാരണഗതിയിൽ ഒരു സദ്യയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി കൊണ്ട് ഒരു സർവാണി സദ്യ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. എന്തത്ര അതുപോലെയല്ലേ ഹെർമൻ കൊണ്ടൊക്കെ നിഘണ്ടു എഴുതിയത്? അദ്ദേഹം നിഘണ്ടു എഴുതാനുള്ള വാശിക്ക് ഇവിടെ വന്നവനൊന്നുമല്ല. ദൈവത്തിന്റെ വചനം ഈ മലയാളക്കരയിലേക്ക് പറയാൻ വേണ്ടി വന്നവനാണ്. അതിന്റെ ബാക്കി കൊണ്ട് ഒരു വെച്ച അവിയൽ മാത്രമാണ് ബാക്കി നമ്മൾ ഇന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ സംഗതികളും അദ്ദേഹത്തിന്റെ സംഭാവനകളായി നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സംഗതികളൊക്കെ. അപ്പോൾ സംസ്കാരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതും വിമലീകരിക്കുന്നതും അതിനെ അതിനെ വികസിതമാക്കുന്നതും മൂല്യബോധമുള്ളതാക്കുന്നതും എങ്ങനെയാണ് ദൈവവചനത്തിന്റെ സന്നിവേശത്തിലൂടെ എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. 110 അദ്ദേഹം ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ഒറ്റ കാര്യം. എല്ലാ സംസ്കാരങ്ങളുടെയും മഹത്തായ പെരുമാറ്റച്ചട്ടമാണ് ബൈബിൾ. അതിനപ്പുറത്തേക്ക് ബൈബിളിന്റെ സ്വാംശീകരണത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ശരികളിൽ നിന്ന് മറിച്ച് അപരമായി അതിന്റെ വിഭിന്നമായി മറ്റൊന്നില്ല. ഏതൊരു സംസ്കാരവും അതിന്റെ ശരിയും ശരികേടും ഇവിടെ വെച്ചിട്ട് നമുക്ക് പരിശോധിക്കാം. ഇത് ദൈവത്തിന്റെ സനാതന വചനവുമായി പൊരുത്തപ്പെടുന്നതാണോ അല്ലയോ? അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം 111 എന്ന ഖണ്ഡികയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നു, വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും ബൈബിൾ വിജ്ഞാനീയം വേണം എന്ന് നമ്മളൊരു ആശയത്തിന്റെ തലത്തിൽ പറയുക മാത്രമല്ല വേണ്ടത്. അവരുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ പകർന്നു കൊടുക്കാനുള്ള കൃത്യമായ കർമ്മപരിപാടികൾ വേണം. പോരാ, രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം നമുക്ക്. അത്തരത്തിലുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് ആവാം, ചെയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സജീവമായ ദൈവവചന കേന്ദ്രമായി ഇത്തരത്തിലുള്ള
സർവകലാശാലകളും ഒക്കെ മാറ്റപ്പെടുവാൻ എന്തൊക്കെ വേണമോ അതൊക്കെ ചെയ്യാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതിക്കകത്ത് അനുപേക്ഷണീയമായ ഒരു സ്ഥാനം ദൈവവചനത്തിന്റെ പഠനത്തിനും അതിൻ്റെ വിതരണത്തിനും കൊടുക്കണം. ഇത് നമ്മൾ നന്നായി അനുഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണ വിദ്യാർത്ഥി, ഒരു സാധാരണ ക്രിസ്തീയ യുവാവിൻ്റെ അവൻ പഠിച്ച കാര്യത്തിലുള്ള വിവരവും അവൻ പഠിക്കേണ്ട കാര്യമായ വേദപാഠവും തമ്മിൽ, വേദപാഠത്തിന് അവനുള്ള വിവരവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ, നിങ്ങളൊന്ന് ചുമ്മാ തട്ടിച്ചു നോക്കിയാൽ മതി, വേറെ അധികം അതിന് 2 മിനിറ്റ് ഒന്നും വേണ്ട. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് നമുക്കൊരു ചിരി വരും ഹൃദയത്തിനകത്ത്. ആ വ്യത്യാസമാണ് പറയുന്നത്. ആ വ്യത്യാസമേ പറയുന്നുള്ളൂ. ഇനി 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചു എങ്കിൽ പോലും അവന്റെ ജീവിതത്തിൽ 12ാം ക്ലാസ് കൊണ്ട് ബാക്കിയെല്ലാം അവസാനിച്ചില്ലല്ലോ. പിന്നെ ഉണ്ടല്ലോ ക്ലാസ്സുകൾ, അവൻ പഠിച്ചല്ലോ. അതനുസരിച്ചിട്ട് നിത്യജീവന്റെ അടിസ്ഥാനമായിരിക്കുന്ന ബൈബിളിനെ സംബന്ധിച്ചിട്ട്, ദൈവവചനത്തെ സംബന്ധിച്ച് അവൻ എത്രമാത്രം പഠിച്ചിരിക്കുന്നു, എത്രമാത്രം വികാസം പ്രാപിച്ചിരിക്കുന്നു. അപ്പോ വിശുദ്ധ ലിഖിതങ്ങള് അറിയുന്നതിന്, അത് പഠിപ്പിക്കുന്നതിന് ഊന്നൽ കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വേണം. അതൊരു വേള സർക്കാർ നടത്തുന്നൊന്നുമില്ല. സർക്കാർ നടത്തരുതല്ലോ. അത് നടത്താൻ വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഉള്ളത്. അങ്ങനെ സർക്കാർ എന്ന് പറയുന്നത് മതനിരപേക്ഷമായ ഒരു പശ്ചാത്തലത്തിലുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ഒന്ന് ചിന്തിക്കണം എന്ന് 111 നമ്മളെ പ്രേരിപ്പിക്കുന്നു. അടുത്തത് വിശുദ്ധ ലിഖിതങ്ങൾ വൈവിധ്യമാർന്ന കലാരൂപങ്ങളിലൂടെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് ഒരു സ്ഥലത്ത് ഒരു വിവാഹപൂർവ്വ ഒരുക്ക കോഴ്സിൽ പങ്കെടുക്കുക. എനിക്ക് വേണ്ടിയല്ല, ഞാൻ അവിടെ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ വിവാഹ ഒരുക്ക കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും താങ്കളുടെ അഭിപ്രായം പറയാനുള്ള അവസരമായി. ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ നന്നായിരുന്നു, ആഹാരം നന്നായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. ചിലരെങ്കിലും പറയുന്നുണ്ട് കിടക്കുന്നിടത്തൊരു കൊതുകുവല ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെയൊക്കെയുള്ള മൈനർ സംഗതികളൊക്കെയാണ്. ഒരു മിടുക്കി കുഞ്ഞ് അവിടെ വന്നിട്ട് പറഞ്ഞു, അച്ഛോ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് കലാശിച്ചു. പ്രത്യേകിച്ച് ആ വലിയ കുടുംബം തരുന്ന സന്തോഷം എന്ന പ്രഭാഷണം ഉണ്ടല്ലോ, ഗംഭീരമായി. കുടുംബം വലുതായിരിക്കണം, ഒരു കുഞ്ഞും 2 കുഞ്ഞും എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛോ, ഈ പറഞ്ഞ പ്രഭാഷണവും കാര്യങ്ങളും ഒന്നും ഉപ്പും മുളകും എന്ന സീരിയലിന്റെ ഒരു എപ്പിസോഡിന്റെ അത്രയും വരികയാണ്. അതൊന്ന് കണ്ടാൽ മതി. അവള് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന യുവജനങ്ങളില് ഉപ്പും മുളകും കാണുന്ന ആളുകളെല്ലാം കൈയടിച്ചു. ബാക്കിയുള്ളവര് എന്താ കഥ എന്നുള്ളത് അറിയാതെ. ഞാൻ പറഞ്ഞു വന്നത്, വലിയ കുടുംബത്തിന്റെ സന്തോഷം എത്രമാത്രമുണ്ട് എന്നുള്ളത് പ്രസംഗമല്ല, കലയെ അവളെ ആകർഷിച്ചതും അവളെ സാധൂകരിക്കുകയും ചെയ്തു. അത് വളരെ നല്ലതാണ്, ആശയം നല്ലതാണ്. പക്ഷെ അതിന് ഈ ഒരു അറിയിക്കുന്ന മാധ്യമത്തെക്കാളും നല്ലത് ഈ കലാമാധ്യമ. നമ്മളാ വിചാരിക്കുന്ന പോലെയല്ല. കല മനുഷ്യനോട് സംസാരിക്കുന്നിടത്തോളം മൃദുവായും എന്താ പറയുക കർക്കശമായും സംസാരിക്കുന്ന മറ്റൊന്നില്ല. ഒരാശയത്തിനും അതിന് പകരം നിൽക്കാൻ പറ്റില്ല. എത്ര വലിയ പ്രഭാഷണ പടുവിനും ഒരു കലാകാരന്റെ അത്രയും ഹൃദയത്തിലേക്കുള്ള പ്രവേശന സാധ്യതയില്ല. ഇനി ഒരു പ്രഭാഷണ കലയിൽ പടുവായിരിക്കുന്ന ഒരാൾക്ക്, പടുത്വമുള്ള ഒരാൾക്ക് അതിങ്ങനെ സിദ്ധിച്ചു എന്നിരിക്കട്ടെ, അതിന്റെ അർത്ഥം അത് പ്രഭാഷണമല്ല, പ്രഭാഷണ കലയാണ് എന്നുള്ളതാണ്. കലയാണ് ദൈവം മനുഷ്യന് കൊടുത്ത ആ കയ്യൊപ്പ്. അതുകൊണ്ട് ഒരുപാട് ക്രിസ്തീയത എന്നത് സ്വാധീനിക്കാത്ത കലാശാഖകളില്ല എന്ന് തന്നെ നമ്മൾ പറയണം. വാസ്തുശില്പകല പറയാനില്ലല്ലോ, സാഹിത്യം, സംഗീതം, നൃത്തരൂപങ്ങൾ, അത് പാശ്ചാത്യവും പൗരസ്ത്യവും എന്തു പോവാം. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായം, മാർപ്പാപ്പയുടെ അഭിപ്രായമല്ല കേട്ടോ ഞാൻ പറയുന്നത്.
ചില കലയൊക്കെ കാണുമ്പോൾ അയ്യോ അത് നമ്മുടെ അല്ല കേട്ടോ എന്ന് പറയുന്നുണ്ടല്ലോ. അത് അത്ര വലിയ ശരിയൊന്നും അല്ല കേട്ടോ. എന്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം 64 കൂട്ടം സുകുമാര കലകളുടെയും തികവ. കാരണം സംഗീതം വരണമെങ്കിൽ സംഗീതത്തിൽ നിന്നേ വരുവുള്ളൂ, അല്ലേ? പൂർണ്ണ മുതച്ചതെന്ന് ഇന്നലെ നമ്മള് മറ്റേ അച്ഛൻ പറഞ്ഞ് കേട്ടില്ലേ? പൂർണ്ണത്തിൽ നിന്നേ പൂർണ്ണത്തിൽ ഉത്ഭവിക്കാൻ പറ്റുകയുള്ളൂ. സംഗീതത്തിന്റെ പൂർണ്ണതയിൽ നിന്നേ അപൂർണമായ സംഗീതത്തിന് വരാൻ പറ്റുള്ളൂ. കലയുടെ പൂർണ്ണതയിൽ നിന്നേ അപൂർണമായ പ്രകാശിതമാകുന്ന നമ്മുടെ ഈ കലകൾ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോ ദൈവത്തെ കലയിൽ ആവിഷ്കരിക്കുക എന്നത് നമ്മുടെ ധർമ്മവുമാണ്. അത് ദൈവവചനം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ക്രിസ്തീയ മലയാളത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ കലകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പൊ നിങ്ങൾ നേര് പറഞ്ഞാല് അമ്മ അടികൊള്ളു, നേര് പറഞ്ഞില്ലല്ലോ അപ്പം പട്ടിയിറച്ചി തിന്നും എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഞാൻ. ആകെ നമുക്കുള്ളത് ഒരു മാർഗംകളി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതാകട്ടെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമാണ്. ഇപ്പൊ എല്ലാവരും കൂടെ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ആയിക്കോട്ടെ. പിന്നെയുള്ളത് ചവിട്ട് നാടക. പിന്നെ അപൂർവം ചില എന്താ പറയുക ശിക്ഷകളുണ്ട്. ഫാദർ പോൾ പൂത്തുക്കൽ, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പൂത്തുക്കാരാണിത്. അങ്ങനെയുള്ള വളരെ നല്ല ഇതുണ്ട്. പിന്നെ എന്താ, നല്ല ബാലകളുണ്ട്, നാടകങ്ങളുണ്ട്, ബൈബിൾ നാടകങ്ങളുണ്ട്. ഇതൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിന്റെ സുശക്തമായ പ്രചരണോപാധിയാണ് എല്ലാ കലകളും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം വാസ്തുശില്പത്തെ പരാമർശിക്കുന്നു. സാഹിത്യം, നൃത്തം, സംഗീതം, പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംഗതികൾ ഇതിനൊക്കെ പരാമർശിച്ചിട്ട് പറയുന്നു ഏതിലൂടെയും എങ്ങനെയും ദൈവത്തിന്റെ വചനം പ്രസരിക്കപ്പെടണം. വീണ്ടും അദ്ദേഹം സാമൂഹിക വിനിമയ ഉപാധികൾ, ഇന്ന് നമ്മൾ കാണുന്ന സാമൂഹ്യ വിനിമയ ഉപാധികളും ദൈവവചനവും എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 10:27 അദ്ദേഹം പരാമർശിക്കുക, ഇരുട്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കുവിൻ. ഹൃദയത്തിനകത്ത് ദൈവം സംവദിച്ചതിനെ പരസ്യപ്പെടുത്താനുള്ള മാധ്യമങ്ങളെ നമ്മൾ തേടണമെന്ന് ചുരുക്കം. അപ്പൊ ഇപ്പോഴും ഞാൻ ഈ വിചാരിക്കുക, അന്ന് ഈ പുരമകൾ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇത് ആദ്യം വായിച്ച സമയത്തൊക്കെ ഓടിന്റെ പുറത്ത് കയറി നിന്നിട്ട് പറയുന്നതാണല്ലോ പുരമകള്, അല്ലെങ്കിൽ ഓലയുടെ പുറത്ത്. അതിൽ കൂടുതൽ ഒരു പുരമകൾ നമുക്ക് സന്ദർശിക്കാൻ പറ്റാം. പിന്നെയാണ് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടായത്. അപ്പൊ എന്തായാലും പുരയുടെ മണ്ടക്കല്. പക്ഷെ പിന്നെ ഈ ആന്റനയൊക്കെ ഉയരുന്ന കണ്ടപ്പോ എനിക്കൊരു സംശയം, ഇനി ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ച ഈ പുരമുകൾ ഇതാണോ? എല്ലാ പുരയുടെ മണ്ടക്കിൽ ഓരോ ആന്റന ഉണ്ടല്ലോ, ഇപ്പോഴാണ് ഇതുണ്ട്. അത് തന്നെയാ, യാതൊരു സംശയവും വേണ്ട. ദൈവം യേശുമിശിഹാ തമ്പുരാൻ ആന്റന ഭാവനെ കണ്ടിട്ട് പറഞ്ഞതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തില് സുവിശേഷം പ്രഘോഷിക്കാനുള്ള നവമായ മാധ്യമങ്ങളെ നമ്മൾ സ്വാംശീകരിക്കണം. ഈ ലോകത്തിന്റെ മക്കൾ വെളിച്ചത്തിന്റെ മക്കൾ, അല്ലെ, വെളിച്ചത്തിന്റെ മക്കളെക്കാൾ വിവേകികളാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവര് ബുദ്ധിമാന്മാരാ. നമ്മൾ എന്ന് പറയുമ്പോൾ അവർ കോഴിക്കോട്ട് എത്തരുത്. അതിനു മുമ്പ് ദൈവത്തിന്റെ വചനം എങ്ങനെയൊക്കെയാണോ നമുക്ക് ഈ ലോകത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റുക, അതിനൊക്കെയുള്ള നവനവമായ മാധ്യമങ്ങൾ നമ്മൾ തേടണം. ഒരു കുറച്ച് നാൾ മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 26-ാം മാധ്യമദിന സന്ദേശത്തില് 2002 മാർപ്പാപ്പ ജോൺ പോൾ II പറഞ്ഞ അതിപ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിന് മാധ്യമത്തിൽ ഇടയില്ലെങ്കിൽ മനുഷ്യനും ഇടയില്ല. ക്രിസ്തുവിന് ഇന്റർനെറ്റിൽ ഇടയില്ലെങ്കിൽ മനുഷ്യനും ഇടയില്ല. ക്രിസ്തുവിന് വാട്സാപ്പിൽ ഇടയില്ലെങ്കിൽ മനുഷ്യനും ഇടയില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് ഇടമുണ്ടാക്കുക എന്നതിന്റെ അർത്ഥം മനുഷ്യനും അവന്റെ മഹനീയതയ്ക്കും മാധ്യമങ്ങളിൽ ഇടയുണ്ടാക്കുക എന്ന് തന്നെയാണ്. വീണ്ടും അദ്ദേഹം സംസ്കാരത്തിലേക്ക് തന്നെയാണ് വീണ്ടും കടന്നു പോകുന്നത്. എല്ലാ ദൈവവചനത്തിന് ആഴമേറിയ ഒരു സംസ്കാരാന്തര സ്വഭാവം. ഇതാണ് ഈ സംസ്കാരാന്തരം. സംസ്കാരത്തിൽ നിന്ന് സംസ്കാരങ്ങൾ തമ്മിൽ സംവദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ദൈവവചനം സ്വീകരിക്കുന്ന സംസ്കാരങ്ങൾ തമ്മിൽ ഇഴചേരുന്നു.
അവർ തമ്മിൽ വലിയൊരു അടുപ്പം ഉണ്ടാകുന്നു. ഒന്ന് പറഞ്ഞാൽ, ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതല്ല, ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം എങ്ങനെയാ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. വീണ്ടും നവ ക്രിസ്തീയരുടെ ഒരു നിരയുണ്ടായപ്പോൾ അതുണ്ടാക്കിയ സാംസ്കാരിക മാറ്റം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാ കേരളത്തിന്റെ സംസ്കാരത്തെ സ്വാധീനിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. സംസ്കാരങ്ങൾ പരസ്പരം കലർന്നു വരുന്നത് ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിലാകുമ്പോൾ അവിടെ കൂടുതൽ ഉത്തമമായ ഒരു സംസ്കാരം സംജാതമാകുന്നു. സംസ്കാരങ്ങൾ പരസ്പരം അടുത്ത് ഇടപഴകുന്നതിന് ദൈവവചനം പ്രവർത്തിക്കുന്നുണ്ട്. ഉപവീട കൂദാശ സാക്രമന്തം കാരിത്താസിന്റെ 78 മാർപ്പാപ്പ പറയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുക നമ്മളോട്, എല്ലാ സംസ്കാരങ്ങളുമായും ദൈവത്തിന്റെ വചനം പൊരുത്തപ്പെടുന്നുണ്ട്, അതിന്റെ അന്തർധാരയുമായി പൊരുത്തപ്പെടുന്നുണ്ട്. ആചാരങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്നല്ല പറയുന്നത്, വളരെ തീക്ഷ്ണമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആചാരങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്ന് പറയുന്നില്ല, അതിന്റെ അന്തർധാരയുമായി പൊരുത്തപ്പെടുന്നു. ഒരു സംസ്കാരം എന്ന് പറയുന്നത് കുറെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഒരു സഞ്ചയിത രൂപമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിനെ കോർത്ത് വെച്ചിരിക്കുന്ന കോലായ അന്തർധാരയെ നമ്മൾ കാണാതെ പോവുകയാണ്. പൂ കോർത്തിരിക്കുന്ന പൂവിന്റെ മാലയുടെ ഉള്ളിലുള്ള ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് കാണാതെ പോകുന്ന അത്ര ഒരു നിർഭാഗ്യമാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് ഈ പൂ കോർത്തിരിക്കുന്നത് എന്നതിന്റെ ഉത്തരം അന്വേഷിക്കുമ്പോഴേ നമുക്ക് ഈ ചരടിന്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഏതൊരു സംസ്കാരത്തിനും കുറെ ആചാരങ്ങളുണ്ട്, കുറെ വിശ്വാസങ്ങളുണ്ട്, കുറെ പ്രമാണങ്ങളുണ്ട്, പക്ഷെ ഇതിനൊരു അന്തർധാരയുണ്ട്. ഈ അന്തർധാര യഥാർത്ഥ സത്യമായ ദൈവത്തിന്റെ വചനവുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഏതൊരു സാംസ്കാരിക പശ്ചാത്തലത്തിലും നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സജീവമായി പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം. ഏതൊരു സാംസ്കാരിക പശ്ചാത്തലവും ആ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്നാ അബ്രഹാമിനോട് പറഞ്ഞത്. നീയും നിന്റെ മക്കളും അനുഗ്രഹിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്. ദൈവവചനത്തിന്റെ പ്രഘോഷണം കൊണ്ട് ഭൂമുഖത്ത് ജനിക്കാനിരിക്കുന്ന എല്ലാ ജനതകളും അവരുടെ സംസ്കാരങ്ങളും അവരുടെ സാംസ്കാരിക പശ്ചാത്തലങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും അനുഗ്രഹിക്കപ്പെടും. വളരെ വിശാലമായ ഒരു അനുഗ്രഹമാണ്. അത് ഉപരിപ്ലവമായ ഒരു അനുരൂപപ്പെടലല്ല. വീണ്ടും മാർപ്പാപ്പ വളരെ താക്കീതോടു കൂടി പറയുന്നുണ്ട്, എന്താണ് ഈ സംസ്കാരങ്ങളോട് സംവദിക്കുക എന്ന് പറഞ്ഞാല് അത് അവന്റെ അടുത്ത് കാണുന്ന ചില ആചാരങ്ങളെ ഇങ്ങോട്ട് പകർത്തുന്നതിന്റെ പേരല്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു, ഇനി അത് വിശദീകരണ ഭയത്താൽ ഞാനിത് പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അവിടെ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ട് പകർത്തി ആ ആചാരം അതുപോലെ ചെയ്യുന്നത് സാംസ്കാരിക അനുരൂപണം എന്ന് പേരൊന്നും എഴുതി ഒട്ടിക്കണ്ട. അതങ്ങനെ അല്ല. വീണ്ടും വിവിധ വിശ്വാസങ്ങളെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതുമല്ല. വിവിധ വിശ്വാസങ്ങളെ തമ്മിൽ കൂട്ടിക്കുഴച്ചിട്ട് ഒന്നുമല്ലാത്ത ഒരു മതം സൃഷ്ടിക്കുന്നതിന്റെ പേരല്ല. അദ്ദേഹം വീണ്ടും തറപ്പിച്ച് പറയുന്നു, അങ്ങനെ സുവിശേഷത്തിൽ വെള്ളം ചേർക്കലല്ല. സുവിശേഷ പ്രഘോഷണത്തിന് സംസ്കാരത്തോടുള്ള സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ എന്തല്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് സംസ്കാരത്തിന്റെ സ്വാംശീകരണം അഥവാ സംസ്കാരത്തെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരം അനുരൂപപ്പെടലല്ല. വിവിധ വിശ്വാസങ്ങളെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കല്ല. അങ്ങനെ സുവിശേഷത്തിൽ വെള്ളം ചേർക്കലുമല്ല. പിന്നെ ചിലതൊക്കെ അതിനകത്ത് സംഭവിക്കും. ആ സംഭവിക്കുന്നതിനെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടെ സ്വീകരിച്ച് തള്ളേണ്ടതിനെ തള്ളിയും കൊള്ളേണ്ടതിനെ കൊണ്ടും നാം ദൈവവിശ്വാസത്തെയും അതുമായി ബന്ധപ്പെടുന്നതിനെയും ആചാരങ്ങളുടെ അമിതാവേശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ക്രിസ്തു എങ്ങനെയാണോ ആ സംസ്കാരത്തെ സ്വീകരിച്ചത് അതുപോലെ, പക്ഷെ അവൻ ദൈവവചനം ദൈവമായിരിക്കുന്നു എന്നതിനാൽ അവൻ സംസ്കാരത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നു. എന്നാൽ അവൻ ഒരു സംസ്കാരത്തെ ഉപയോഗിച്ചു. അതുപോലെ ദൈവവചനം എന്ന സ്വതന്ത്രമായ മനുഷ്യ മഹത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധത്തെ, ടൂളിനെ നാം സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നു. വീണ്ടും ആരാധനാക്രമത്തിലും ചിന്താരീതിയിലും സ്വന്തം സംസ്കാരം പ്രതിഫലിക്കണം. അതുകൊണ്ടാണ് വിവിധ ആരാധനാക്രമ സമ്പ്രദായങ്ങൾ ഉണ്ടായത്. സംസ്കാരത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ഉണ്ടായത്. അങ്ങനെ പ്രാദേശിക സംസ്കാരത്തിലെ പുളിമാവായി
ദൈവവചന പ്രഘോഷണം, ദൈവവചനം വർദ്ധിക്കണം. സംസ്കാരത്തെ ദൈവവചനത്തിന് അനുരൂപമായി മാറ്റുക എന്ന ആ ഒരു സംഗതിയിൽ നമ്മുടെ ദൈവവചന പ്രഘോഷണത്തിന് ഏറ്റവും നിർമ്മലമായ ഒരു പുളിമാവിന്റെ പങ്കുണ്ട് എന്ന് അദ്ദേഹം സാക്ഷിക്കുന്നു. സുവിശേഷ മൂല്യങ്ങളോട് തുറവി ഉണ്ടാക്കുന്ന തരത്തില് എല്ലാ സംസ്കാരങ്ങളിലും വചനത്തിന്റെ വിത്തുകളുണ്ട്. അദ്ദേഹം പറയുന്നത് അതാ, സെമിൻ അബർബി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത്, നീ കഴിഞ്ഞ കൂടി പറഞ്ഞതായതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് അത് ഒന്നുകൂടി പറയുന്നില്ല. നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് കണ്ടോക്കിന്റെ കൂസാരാജ്ഞിയായ കണ്ടോക്കിന്റെ വിചാരിപ്പുകാരൻ ഷണ്ടനോട് ചോദിച്ച ചോദ്യമില്ലേ? ആ ചോദ്യം അവന്റെ സംസ്കാരത്തോട് ക്രിസ്തു എന്ന പ്രഘോഷിക്കപ്പെട്ട വചനവുമായി സംയോജിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആവിഷ്കാരമാണ്. ഓരോ സംസ്കാരത്തോടും അപ്രകാരം ചോദിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് നിനക്കറിയാമോ? നീ ആണ് ആരാധിക്കുന്നത് എന്ന് നിനക്കറിയാമോ? ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നിനക്കറിയാമോ? നീ മരണാനന്തരം ഏത് കർമ്മത്തിന് എന്ത് പോകുന്നുവോ അതിന്റെ പരിണിത ഫലം എന്താണെന്ന്, മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കുമെന്ന് നിനക്കറിയാമോ? അത്തരം ഒരു ജീവിതമുണ്ട് എന്ന ഉറപ്പേറിയ പ്രത്യാശ നിനക്കുണ്ടോ? ചോദ്യങ്ങൾ കരുതിയില്ല. സംസ്കാരത്തോട് സംവദിക്കുമ്പോൾ ദൈവവചനത്തിന് അസാമാന്യമായ മിഴിവ് സംഭവിക്കുന്നു, മിഴിവുണ്ടാകുന്നു. അതാ സംസ്കാരത്തെ ഒരു പുളിമാവ് കണക്കെ രൂപഭേദപ്പെടുത്തുന്നു. ഒരു നിമിഷം കൊണ്ട് ഇടിവെട്ട് പോലെ ആ സംസ്കാരത്തെ എറിഞ്ഞു കളയുന്നതിന്റെ പേരല്ല ദൈവവചന പ്രഘോഷണമെന്ന്. വാളിന്റെ വായ്ത്തല കൊണ്ട് മതം വിതയ്ക്കുന്നത് സംസ്കാരത്തെ നിച്ഛേദനമാക്കിക്കൊണ്ടാണ്, സംസ്കാരത്തെ കൊന്നുകളഞ്ഞുകൊണ്ടാണ്. അങ്ങനെയല്ല. ഇവിടെ പുളിമാവ് പോലെയാ, ആരും അറിയാതെ ആ സംസ്കാരം അനുരൂപമായി വരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ബോധപൂർവം പുളിമാവ് എന്ന് പറഞ്ഞത് വിനിയോഗിച്ചത്. ഒരു തൂത്ത് കളഞ്ഞിട്ട് മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കുന്നതിന്റെ പേരല്ല ദൈവവചനം എന്ന് പറയുന്നത്, ദൈവവചന പ്രഘോഷണം എന്ന് പറയുന്നത്. ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ പശ്ചാത്തലത്തിന്റെ അകവശത്തുള്ള അന്തർധാരയുമായി സംവദിക്കുന്ന ദൈവവചനം ആ പശ്ചാത്തലത്തെ, സാംസ്കാരിക പശ്ചാത്തലത്തെ ദൈവോന്മുഖമായി മാറ്റുന്നതിന്റെ പേരാണ് ദൈവവചന പ്രഘോഷണത്തിന്റെ സംസ്കാരവുമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം ബൈബിൾ വിവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ഈ ബൈബിളിന്റെ പേരിലാണ് നമ്മൾ അടിച്ചുപോയത് എന്നുള്ളത് നമ്മൾ ഇതിന് കൃത്യം പറഞ്ഞ 16 ക്ലാസ് മുമ്പ് നിങ്ങൾ കേട്ടതാ, എങ്ങനെയാണ് അടി ഉണ്ടായത് എന്നുള്ളത്. ആ അടി ഉണ്ടായവരൊക്കെ ഉടഞ്ഞു വീണ ഗ്ലാസ് പോലെ പിന്നീട് അത് യോജിപ്പിക്കാൻ പറ്റില്ലല്ലോ, വീണ്ടും 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 ചിതറിപ്പിക്കപ്പെട്ടു പോയി. പക്ഷെ ബൈബിൾ വിവർത്തനം എന്ന് പറയുന്നത് ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന ബൈബിൾ വിവർത്തനം ചെയ്യുക എന്നത് ഏറ്റവും അനുപേക്ഷണീയമായ ഒരു സംഗതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതിന്റെ ഒരു വികസിത രൂപമാണ് ഇവിടെ പറയുന്നത്. ബൈബിൾ വിവർത്തനവും അതിന്റെ വൈപുല്യവുമാണ് ഇവിടെ നമുക്ക് സംഭവിക്കേണ്ടത്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ കരണീയമായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയും. അതിന് അദ്ദേഹം പറയുന്നത് ഒരു സംഗതിയാണ്. വിവിധ ബൈബിൾ സൊസൈറ്റികൾ അത് ഓരോന്നും പ്രാദേശികമായ വകഭേദങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട്, വ്യത്യാസങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട്, രാജ്യത്തിനുള്ളിലത്തെ വ്യത്യാസങ്ങളെ കണക്കിലെടുത്തുകൊണ്ട്, ഭാഷകൾക്കുള്ളിലെ വ്യത്യാസങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വിവിധങ്ങളായ ഭാഷകളിൽ പ്രകാശിതമാക്കണം വിശുദ്ധ ഗ്രന്ഥം. അതിന്റെ പേരും കൂടി അങ്ങനെ പെന്തക്കോസ്തായുടെ തുടർച്ചയുടെ പേരല്ലേ. ഓരോരുത്തരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു ആനുകാലികവൽക്കരണമല്ലേ ഇത്തരത്തിലുള്ള ബൈബിൾ വിവർത്തനങ്ങൾ എന്നുള്ളത് നമ്മളും ചിന്തിക്കേണ്ടതാണ്. ഈ ബൈബിളിന്റെ വിവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു ചൂടൊന്നും ഉണ്ടാകില്ല. കാരണം അക്ഷരം വായിക്കാൻ അറിഞ്ഞപ്പോ തൊട്ടിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള ബൈബിളുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, ഇത് മനസ്സിലാകാത്തവനെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും വായിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആർത്തി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ഈ അവനവന്റെ മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ അതിനുള്ള അവകാശം അവർക്കുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആഹ്ലാദമല്ലേ
ആ നടപടി പുസ്തകത്തിൽ പറയുന്ന 16 ജാതിയിൽപ്പെട്ട 3000-ലധികം പേർ താങ്കളുടെ മാതൃഭാഷയിൽ ശ്രമിച്ചത്. അപ്പോഴുണ്ടായിട്ടുള്ള ആ പ്രതികരണം ആകെ 23 വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ പത്രോസ് പറഞ്ഞത്. 23 വാചകങ്ങൾ കൊണ്ട് 16 ജാതിയിൽപ്പെട്ട 3000-ലധികം പേരുടെ ഹൃദയം തകർക്കാൻ സാധിച്ചെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായി, ശക്തമായ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായി പ്രവർത്തിച്ചത് അവരവരുടെ ഭാഷയിൽ അവരത് കേട്ടു എന്നുള്ളതാണ്. അപ്പോ ഈ ലോകത്തിലെ അനേക ആയിരം ഭാഷകൾ സംസാരിക്കുന്ന ഓരോരുത്തർക്കും താങ്കളുടെ ഭാഷയിൽ അത് ശ്രവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ദൈവവചനവും ബൈബിൾ ഭാഷാന്തരീകരണവും എന്ന ഒറ്റ വാക്കിൽ വായിക്കുമ്പോൾ വെറും ഒരു ഉണക്ക വൈരസ്യമുളവാക്കുന്ന വിഷയം എന്ന് നമുക്ക് തോന്നാവുന്ന ആ വിഷയത്തിന് അനേകരുടെ രക്ഷയോളം സാങ്കത്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇനിയും അനേക ഭാഷകളിൽ ബൈബിളുകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. ഏറെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഇന്ത്യയിലെ വിവിധ ഭാഷകളില് ബൈബിള് ഭാഷാന്തരം ചെയ്യുന്നതിൽ ഫിയാത്ത് മിഷൻ ചെയ്യുന്ന സേവനങ്ങൾ ഒട്ടും ചെറുതല്ല, ഏറെ പ്രശംസനീയമാണ്. ഇനിയും വളരേണ്ടിയിരിക്കുന്നു, സാധ്യതകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടെത്തലുകൾ നടത്തേണ്ടിയിരിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സഭകളുടെ കൂട്ടായ്മയിലേക്ക് ദൈവജനത്തെ ചേർക്കാനുള്ള ഒരു പുറപ്പാടാണിത്. ഒരു വാതായനം കൂടി, ദൈവഭവനത്തിന്റെ ഒരു വാതായനം കൂടി നമ്മൾ തുറന്നിടുകയാണ്. ഇതാ ഒരു വാതായനമല്ല, ക്ഷമിക്കണം, വാതായനം ജനറലാണല്ലോ. വാതിൽ കൂടി തുറന്നിടുകയാ ജാതികൾക്ക് പ്രവേശിക്കാൻ. അതിന്റെ മനോഹാരിത എന്ന് മനസ്സിലാക്കിക്കേ. സന്താളിൽ അത് എഴുതപ്പെട്ടാലല്ലേ സന്താൾ ഗോത്രത്തിന് അത് അറിയാൻ പറ്റൂ. ആ ഗോത്രക്കാരൻ അത് വായിക്കുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദം ചെറുപ്പത്തിലെ വായിച്ച എനിക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂല. അവൻ എൻ്റെ ദൈവമേ എന്ന് സന്താളിൽ അതിനകത്ത് എഴുതിയത് ദൈവത്തെ വിളിക്കുമ്പോൾ അവനുണ്ടാകുന്ന രക്ഷ സന്താൾ എന്ന് പറയുന്ന വാതിലിനെ ദൈവം തുറന്നിട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സന്താളിലേക്കൊക്കെ നേരത്തെ തന്നെ വിവർത്തനം ചെയ്തു കിട്ടും. ഒരുപാട് ഭാഷകളിലേക്ക് ഇനിയും വിവർത്തനം ചെയ്യാനുണ്ട്. ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന് മാത്രം അത്രയേറെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള വിവിധ ഭാഷകളിൽ ഇന്നും ദൈവവചനം അഗമ്യമായി നിലകൊള്ളുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ അനാസ്ഥയല്ലേ? നമ്മൾ ഈ നിമിഷത്തിലൊന്ന് ചിന്തിച്ചാൽ തിരക്കെടുത്ത്. അടുത്തത്, അപ്പൊ സംസ്കാരവുമായിട്ടുള്ള സംവാദത്തെ അദ്ദേഹം അവിടെ നിർത്തിയിട്ട് മതത്തെയാണ് പിന്നീട് കൂട്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മൾ സംസ്കാരത്തെ സംബന്ധിക്കുന്ന കുറച്ചേറെ എണ്ണം കേട്ടു. സംസ്കാരത്തിനുള്ളിലെ അന്തർധാരയുമായി സംവദിക്കുക, സംസ്കാരത്തെ ദൈവവചനവുമായി, ദൈവവചനത്തിനുള്ളിലെ സംസ്കാരത്തിനുള്ളിലെ പുളിമാവായി ദൈവവചനം മാറുക, വിവിധ സഭകളുടെ കൂട്ടായ്മകളിലേക്ക് പ്രവേശിക്കുക, വിവിധ ജനതകളെ ദൈവവചനത്തിന്റെ കൂട്ടായ്മയിലാക്കുക. ഇനി അദ്ദേഹം ദൈവവചനവും മതാന്തര സംവാദവും എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിട്ട് അപ്പോ അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, അത് ഈ മതാന്തര സംവാദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നെറ്റിയുള്ള ചുളിയാൻ ആരംഭിക്കും. LG-16 അതെന്നെ അങ്ങനെ, ഇതെന്നെ ഇങ്ങനെ, അപ്പൊ അവിടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഇപ്പൊ എങ്ങനെയാ? ഇല്ല, അതിൽ 117 മുതൽ 120 വരെയുള്ള ഈ കാര്യങ്ങൾ മുഴുവൻ ദൈവവചനവും മതാന്തര സംവാദവും എന്ന് പറയുന്ന ഒറ്റ വാക്കിനെ സംബന്ധിച്ച 4 ഖണ്ഡികകൾ. മതങ്ങൾ തമ്മിലുള്ള സംവാദത്തെ സംബന്ധിച്ചിട്ട് നോസ്ത്രേതാത്തെ നമ്മുടെ യുഗം എന്ന പിന്നെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ രേഖയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യോജിക്കാവുന്നിടത്തെല്ലാം യോജിക്കുന്നതിൽ കുഴപ്പമില്ല. അതായത് മൂല്യങ്ങളുടെ പരിപോഷണത്തില്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ജീവനോടുള്ള ആദരവ് ഒരുപോലെ വെച്ച് പുലർത്തുന്നില്ല. ഇടക്കാലം കൊണ്ട് തെറ്റിയെങ്കിൽ അത് മുസ്ലിം അല്ല, ക്രൈസ്തവനാ തെറ്റിയത്, അല്ലേ?
ഇന്നിനിയിപ്പോ ഇന്നുകൊണ്ട് തീരും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അത് ഏതായാലും ഒരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കല്ല ഇടയ്ക്ക് തീരും, ഇന്ന് തീരും എന്നുള്ളതുകൊണ്ടാ. ഒരു ദിവസം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു ബാങ്കിലായിരുന്നു ജോലി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോ ആ ബാങ്കില് റുഖിയ എന്ന പേരുള്ള ഒരു പെണ്ണ് കടന്നു വന്നു. 10-35 വയസ്സുള്ള ഒരു പെണ്ണ്. ഒരു ലോണ് വേണം എന്നുള്ള ആവശ്യം. അപ്പോ ഈ ലോണ് പിന്നെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആധാരവും മേലാധാരവും എല്ലാം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവളെ ഉദ്ദേശിച്ചാലോ പൈസയൊക്കെ കൊടുക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉടനെ ഞാൻ ഫീൽഡ് ഓഫീസറെ ഒന്ന് വിളിച്ചു. ഇപ്പം പറഞ്ഞു 2 മിനിറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ സാറേ, ഞാൻ ഇപ്പൊ ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുക. എന്നാ പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ അങ്ങ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അയാൾ ചെയ്തോളൂല്ലോ. ഞാൻ അതെടുത്ത് ഒരു ആപ്ലിക്കേഷൻ 18A എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് പേര്, വീട്ടുപേര്, വയസ്സ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊരു സോഷ്യൽ സർവേയുടെ ഒരു ഭാഗവും കൂടിയുണ്ട്. ഇവരുടെ ഈ സാമൂഹിക പിന്നെ ഘടകങ്ങളുടെ കൂടെ അടയാളപ്പെടുത്തണം. അപ്പൊ എന്താ വെച്ചാൽ ഈ ഭർത്താവിന്റെ പേര് മൂപ്പരോടെ ഇല്ല, വേണ്ട ആയിക്കോട്ടെ, പിന്നെ മൂപ്പരുടെ പേര് കരീം എന്തെങ്കിലും ആയിക്കോട്ടെ. 4 മക്കളുണ്ട്. ഓരോരുത്തരുടെ പേര് അനസ്, കുൻസ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഗതി പറഞ്ഞു. നല്ല പ്രാസമുള്ള പേരുകളൊക്കെ, ഓരോരുത്തരുടെ വയസ്സ്, പഠിക്കുന്ന വിദ്യാർത്ഥി, 3-ല് 2-ല്, ഇതെല്ലാം ഞാൻ എഴുതുന്നുണ്ട്. ഇങ്ങനെ പാട്ട് പോലെ പറയും, ഞാൻ ഇതെല്ലാം എഴുതുന്നുണ്ട്. ചോദിക്കുന്നതിനെല്ലാം സമാധാനവും പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞൊരു ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഇതാ അയാളുടെ അടുത്തുകൊണ്ടേ കൊടുത്താൽ മതി, അവിടെ ലോൺ വന്നോളൂ. അവിടുന്നാണ് ലോൺ കിട്ടുന്നത്, ഇവിടുന്നല്ല. ആയിക്കോട്ടെ, സന്തോഷമായി. പോകുന്ന വഴിക്ക് അവൾ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല മേനേരെ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. അത് ഇന്നൊരു കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരു മര്യാദ അനുസരിച്ചിട്ട് ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അപ്പൊ അവളുടെ ക്ഷേമവിവരങ്ങൾ കാര്യങ്ങളും ഒക്കെ ഞാൻ ചോദിച്ചല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് എന്റേത് ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്നാ ചിന്തിക്കും. അതുകൊണ്ട് തിരിഞ്ഞു വന്ന് ചോദിച്ചതാണ്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് ഇതൊരു തമാശയായിട്ട് തോന്നി. ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് എൻ്റെ കുട്ടികളോ എൻ്റെ കുട്ടിയോ ഒന്നും ഒരു വിഷയമല്ല. എന്നാലും ഇവരുടെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, റുഖിയ, എനിക്കുണ്ട് 4 കുഞ്ഞുങ്ങൾ. അവസാനത്തവൻ ഇന്നാൾ ജന്നത്തുൽ ഫിർദൗസിൽ പോയി. അവൻ ഇനി ഖിയാമത്ത് നാളിലെ എനിക്ക് അവനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, പക്ഷെ അവൾക്ക് മനസ്സിലാവും. അവസാനത്തവൻ ഇന്നാൾ ജന്നത്തുൽ ഫിർദൗസ്, സ്വർഗത്തിൽ പോയി. 4ാമത്തെ മോന് എൻ്റെ മരിച്ചുപോയത്. അവനെ ഇനി എനിക്ക് ഖിയാമത്ത് നാളിൽ കാണാം. അന്തിമ ദിവസം എനിക്ക് അവനെ കാണാൻ പറ്റും. എന്റെ മോൻ വന്നിട്ട് എന്നെ പുറകിന്ന് ചാച്ച എന്ന് അബ്രഹാം തോണ്ടുകയാതെ. അവൾ കുറച്ചു നേരം എന്റെ കണ്ണിലോട്ട് ഇങ്ങനെ അവിശ്വസനീയമായിട്ട് നോക്കി. അവൾ എന്നോട് ചോദിച്ച ചോദ്യം എന്നെ വല്ലാതെ മതിച്ചു. ക്രിസ്ത്യാനിയൊക്കെ, അതും വിവരമുള്ള ക്രിസ്ത്യാനിയൊക്കെ 4 കുഞ്ഞുങ്ങളാ. മോശമായിപ്പോയി മാനേരെ, മോശമായിപ്പോയി മാനേരെ. മോശം എന്നുള്ളതിന് അവള് മോശം എന്നാണ്. മോശമായിപ്പോയി മാനേരെ. അവള് ലോൺ എടുക്കാൻ പോയി. ഞാൻ പറഞ്ഞത് ഇത് പറയാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാല്, ക്രിസ്ത്യാനിയുടെ ജീവനോടുള്ള ആദരവ് 8-ൽ ഒതുങ്ങുമെങ്കിൽ അവർക്കത് വീട്ടിൽ കാണും. അതുകൊണ്ട് ഞാൻ പറയും, ജീവനോടുള്ള ആദരവ്, ജീവനെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ, അതിൽ സഹകരിക്കാവുന്ന മേഖലകൾ നമ്മൾ കണ്ടെത്തി സഹകരിക്കണം. ഒരു ജനശബ്ദം ഉയർത്തേണ്ടുന്ന സാധ്യതയുണ്ടെങ്കിൽ ആ ജനശബ്ദത്തെ രൂപീകരിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിവേകത്തോടും ബുദ്ധിയോടും കൂടെ ചിന്തിക്കണം. അതാ അദ്ദേഹം പറയുന്നത്. ജീവനോടുള്ള ആദരവ് ഒരു പൊതുമാനമാണ്. ഇനി മറ്റു മതങ്ങളില് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ബുദ്ധമതത്തില്, നമുക്കിവിടെ ബുദ്ധമതക്കാരില്ലെന്നേ ഉള്ളൂ. ലോകത്തിലെ അവരുടെ സാന്നിധ്യം വളരെ ഗണനീയമാണല്ലോ. ധ്യാനം, മൗനം, ലാളിത്യം, ജീവസ്നേഹം, ഇതൊക്കെ നാം ഒരുമിച്ച് ആദരിക്കുകയും ഒരുമിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്ന സനാതന മൂല്യങ്ങളിൽ പെട്ടതാണ്. ഇവയ്ക്ക് വേണ്ടിയുള്ള, ഇവയുടെ പരിപാലനത്തിനും പരിപോഷണത്തിനും വേണ്ടി കൈകോർക്കാവുന്നിടത്തോളം നമ്മൾ കൈകോർക്കണം. വീണ്ടും അദ്ദേഹം ഹിന്ദുമതത്തെ കുറിച്ച് പറയുന്നു.
പവിത്രമായതിനെ ആദരിക്കുന്ന പ്രവണത, ത്യാഗമനോഭാവത്തിന്റെ ഒരു ത്യാഗത്തിന്റെ മനോഭാവം, ഉപവാസം, ധ്യാനമനനങ്ങൾ, വീണ്ടും ഇവയൊക്കെ ഒരു ഹൈന്ദവാചാരത്തിന്റെ ഭാഗമാണ്. വീണ്ടും സാമൂഹിക മൂല്യങ്ങളുടെ ഉയർന്ന പരിഗണന, കുടുംബ ബന്ധങ്ങളുടെ രൂപീകരണത്തിലുള്ള ശ്രദ്ധ, ഇതൊക്കെ കൺഫ്യൂഷനിസത്തിന്റെ മൂല്യങ്ങളായി അദ്ദേഹം എടുത്തു പറയുക. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മളെ സന്തുഷ്ടരാക്കുന്നു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? സന്തുഷ്ടരാക്കുന്നു എന്ന പദമാണ്. വി ആർ ഹാപ്പി ടു സീ ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് നിങ്ങളാ ശരി, നിങ്ങളും ശരിയാ, അത്രയൊക്കെ അതൊന്നും അല്ല പറയുന്നത്. ഇതൊക്കെ നമ്മളെ സന്തുഷ്ടരാക്കുന്നു. ഇവയുടെയൊക്കെ പരിപാലനത്തിന് യോജിച്ചു പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ യോജിച്ചു പോവുക. അതിനപ്പുറത്തേക്ക് ബെനഡിക്ടോസ് 16 അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൗഢ്യമായിരിക്കും. കാരണം അദ്ദേഹം ശരിയേ പറയാറുള്ളൂ. അത് തന്നെ. അടുത്തത് മതസ്വാതന്ത്ര്യവും സംവാദവും എന്നതാണ് 120 ഖണ്ഡിക. മറ്റു മതങ്ങളുമായിട്ടുള്ള സംവാദം, പ്രത്യേകിച്ച് മറ്റു മതങ്ങളുമായിട്ടുള്ള സംവാദത്തില് ഇസ്ലാം മതവിശ്വാസികളുമായി സംവാദം വേണം. അത് നമ്മൾ പറഞ്ഞതാണ്. ത്യാഗം, ഉപവാസം എന്നിവയുള്ള കൺഫ്യൂഷനിസത്തെ സംബന്ധിക്കുന്ന ഇതിൽ നമുക്ക് എന്നിവയെ സംബന്ധിക്കുന്ന ഹിന്ദുമതത്തിലുള്ള പവിത്രമായതിനെ നമ്മൾ ആദരിക്കണം. ഇതൊക്കെ ശരിയാണെങ്കിലും 120 ഖണ്ഡിക, ഇതൊക്കെ ശരിയാണെങ്കിലും ഓരോ വ്യക്തിയും താങ്കളുടെ ഓരോ വ്യക്തിയോടും ആത്മാർത്ഥമായ ആദരവ് പുലർത്തി എല്ലാവർക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ സംവാദം കൊണ്ട് യാതൊരു ഫലവുമില്ല. ക്രിസ്തു മതത്തെ പ്രഘോഷിക്കാനും അതിനെ ആഘോഷിക്കാനും അത് സ്വീകരിക്കുന്നവർക്ക് ക്രിസ്തുമതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്തിടത്തോളം കാലം അത്തരത്തിലുള്ള ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോ സഹകരണം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഏട്ടില് മാത്രമുള്ള ഒരു സംഗതിയാണ്. പ്രായോഗികമായിട്ട് അത് സംസിദ്ധമാകുന്നില്ല. നമുക്ക് തങ്ങളുടെ മതവിശ്വാസം സ്വകാര്യതയിലും പൊതുസ്ഥലത്തും ഏറ്റുപറയാനുള്ള സ്വാതന്ത്ര്യം, മനസാക്ഷി സ്വാതന്ത്ര്യം എന്നിവ എല്ലാ വിശ്വാസികൾക്കും നൽകപ്പെടുമ്പോഴാണ് മതസംവാദത്തിന് അർത്ഥമുണ്ടാവുക. അതാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് ഉപസംഹാരം. 4 ഖണ്ഡികകളിലായിട്ട് ഇതിന്റെ ഉപസംഹാര പ്രസംഗം അദ്ദേഹം നടത്തുകയാണ്. 121, 122, 123, 124. ആധികാരികവും ഇതിനകത്ത് ബെനഡിക്റ്റൈൻ കയ്യൊപ്പുകൾ ധാരാളമായി കാണാം. അതായത് അദ്ദേഹം തിരിച്ചു കൂട്ടിക്കേറുകയാണ്. എവിടെയാണോ ആരംഭിച്ചത് അവിടെ അദ്ദേഹം അവസാനിപ്പിക്കാൻ പോവുക. ഇതൊരു വലിയ സർക്കിളാണ്. 3 വലിയ ഭാഗങ്ങളുള്ള ഒരു വലിയ വൃത്തം. ഈ വൃത്തത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യ ഭാഗത്തെയാണ് അദ്ദേഹം പരാമർശിച്ചത്. അങ്ങനെയാണല്ലോ ഒരു റൗണ്ടിന്റെ ഒരു വശത്ത് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എതിർവശത്തൂടെ ആകുമ്പോൾ അത് തമ്മിൽ യോജിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അവസാന ഭാഗം ആദ്യ ഭാഗവുമായിട്ട് വളരെയേറെ സാദൃശ്യമുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ആധികാരികവും സജീവവുമായ എല്ലാ ക്രിസ്തീയ വിശ്വാസതയും ആധ്യാത്മികതയും അധിഷ്ഠിതമായിരിക്കുന്നത്, അതായത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബേസ് അതാ പറയുന്നത് എവിടെയാണ്? സഭയിൽ. ഒന്നാമത്തേത് സഭയിൽ എപ്രകാരം? നമ്മൾ കാണാപ്പാഠം പഠിച്ച കാര്യമാണ്. സഭയിൽ പ്രഘോഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും, പ്രഘോഷിക്കപ്പെടുന്നു, അതിന്റെ പ്രതിപ്രവർത്തനമായി അത് സ്വീകരിക്കപ്പെടുന്നു. സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആഘോഷിക്കപ്പെടുന്നു. ആഘോഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ധ്യാന വിഷയമാക്കപ്പെടും. അത് റീറ്റെയിൻ ചെയ്യും, മനസ്സിനകത്തേക്ക് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അതാ ധ്യാന വിഷയം. പ്രഘോഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ഒക്കെ നല്ല തലത്തിലുണ്ട്. ഈ ധ്യാന വിഷയമാക്കുക എന്ന് പറയുന്നത്
മനുഷ്യന്റെ മനനം അത് അവന്റെ ഒറ്റയ്ക്കുള്ള ഏർപ്പാടിലാണ് ഇതാകുന്നത്. നിർഭാഗ്യവശാൽ ധ്യാനം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നതൊന്നും അല്ല ധ്യാനം. ധ്യാനം എന്നത് ചിന്തയുടെ പരിണിത ഫലമാണ്. അതാണ് ആത്മാവിലേക്ക് അടിഞ്ഞു കൂടുന്ന ദൈവാനുഭവം. ബാക്കിയെല്ലാം അതിന് മുകളിലുള്ള കലക്കവെള്ളം, അതിനകത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടണം. അപ്പൊ സഭയിൽ പ്രഘോഷിക്കപ്പെടുന്നു, അത് സ്വീകരിക്കപ്പെടുന്നു, അത് ആഘോഷിക്കപ്പെടുന്നു, തത്ഫലമായി അത് ധ്യാന വിഷയമാക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള വചനമാണ് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിലാണ് എല്ലാ ക്രിസ്തീയ ആധ്യാത്മികതയും അധിഷ്ഠിതമായിരിക്കുന്നത്. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത് അധിഷ്ഠിതമായിരിക്കുന്നത് ഇങ്ങനെ സഭയുടെ ഉള്ളിലും സഭയുടെ പരികർമ്മത്തിന് വിധേയമായും സഭയിലായി സഭയിലേക്ക് നാം എത്രമാത്രം ഉൾച്ചേർന്നിരിക്കുന്നുവോ അതിന് ആനുപാതികമായും നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ ക്രിസ്തീയ ആധ്യാത്മികതയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സഭയ്ക്ക് പുറത്ത് സഭയെ നിഷേധിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ആധ്യാത്മികത ഇല്ല എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുന്നു. നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറയുന്നതുണ്ട്, ഇതാണ്: ഈ പ്രപഞ്ചത്തെയും ചരിത്രത്തെയും സംബന്ധിച്ച ദൈവത്തിന്റെ ഡെഫിനിറ്റീവായിട്ടുള്ള വചനത്തിന് മുമ്പിലാണ്. എന്താ ഈ വചനം എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വചനം ആദിയിലുണ്ട്. ഈ എഴുതപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ബൈബിളിനെ മാത്രമല്ല, ആദിയിൽ ഉണ്ടായിരുന്നതും സജീവവുമായിരുന്ന സൃഷ്ടപ്രപഞ്ചത്തിനെ സജീവമാക്കിയ ആ വചനം പിന്നീട് പൂർണ്ണതയിലേക്ക് വന്ന് ഒരു മുഖമുള്ള മനുഷ്യനായി യേശുവായി അവിടുന്ന് ദൈവപുത്രനായ യേശുവായി അവിടുന്ന് ദൈവം തന്നെയായ യേശുവായി അവിടുന്ന് അവതീർണനായി അവിടുന്ന് പിതാവിൽ നിന്ന് പുറപ്പെട്ടു. അതിന്റെ ഒരു വാക്കും ഇനി നമ്മൾ പറയേണ്ട കാര്യമില്ല. പിതാവിൽ നിന്ന് പുറപ്പെട്ടതിനെ സംബന്ധിച്ച് നമ്മൾ ആഴമേറിയ യുദ്ധത്തിൽ പഠിച്ചു. എന്നിട്ട് പിതാവിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടി? തന്നിലും താൻ മുഖാന്തരവും തനിക്ക് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ട സകലതിനെയും പിതാവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അതിന്റെ പേരാ യുഗാന്ത്യോന്മുഖത എന്ന് പറയുന്നത്. തന്നിലും താൻ മുഖാന്തരവും തനിക്ക് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ട സകലതിനെയും പിതാവിലേക്ക് ഉൾച്ചേർക്കുവാൻ വേണ്ടി, അതിൽ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ അത് പിതാവിന് സമർപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് ഈ ഭൂമിയെ യുഗാന്ത്യോന്മുഖമായി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുന്നില്ലേ? റോമാലേഖനത്തിന്റെ 8:21-22 ഖണ്ഡികകൾ. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. മനുഷ്യൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടി എന്നാണ്. വീണ്ടും സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. യുഗാന്ത്യോന്മുഖപരമായ സൃഷ്ടിയുടെ ഈ ഒരു യാത്രയെ സംബന്ധിച്ചിട്ട് അവിടെ വിവരിക്കുന്നത്, വചനത്തിൽ നിന്ന് ഉത്ഭവിച്ച് വചനത്തിലൂടെ വളർന്ന് വചനത്തിലൂടെ ലക്ഷ്യബോധമുണ്ടായി വചനത്തിലൂടെ തങ്ങളുടെ അനശ്വരതയിലേക്ക് പോകുന്ന സൃഷ്ടിയെ സംബന്ധിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഗലാത്യരുടെ 4:19 വളരെ കൃത്യമായിട്ട് പറയുന്നു: ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഈറ്റുനോവില് ഏതൊരു വചന പ്രഘോഷനും പങ്കുചേരാനുണ്ട്. വീണ്ടും സൃഷ്ടിയുടെ ജീർണതയെ എന്ന് പറയുന്നത് മനുഷ്യന്റെയും കൂടി ജീർണതയാണ്. മനുഷ്യന്റെ ജീർണതയ്ക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം എന്ന നിലയിൽ അവൻ ഉന്നതമായ മഹത്വത്തെ പ്രാപിക്കുന്നതാണ്. ഇതെല്ലാം വചനത്തിന്റെ പ്രവർത്തന ഫലമായും വചനത്തിന്റെ ഉദ്ദേശമായും അദ്ദേഹം വിവരിക്കുക. ഈ വചനത്തിന്റെ ദൈവോന്മുഖമായ പ്രയാണത്തിന് അതിന്റെ ലക്ഷ്യം കണ്ടെത്താനുള്ള ആദിയിലുണ്ടായിരുന്നതും പിന്നീട് വന്നതും പിന്നീട് പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യുന്നതുമായ വചനത്തിന്റെ ഈ ഗതിയിൽ ദൈവത്തിന്റെ സജീവമായ ഉപകരണമാണ് സഭ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വചനത്തിന്റെ പ്രയോക്താവ് എന്ന നിലയിൽ, വചനത്തിന്റെ പരിചാരക എന്ന നിലയിൽ, വചനത്തിന്റെ
വചനം എന്ന ഉപകരണം ഉപയോഗിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന നിലയിൽ സഭ മനുഷ്യന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള യുഗാന്ത്യോന്മുഖപരമായ അവന്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള സജീവമായ ഉപകരണമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം 22:17 അദ്ദേഹം എടുക്കുന്നു. ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക. ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക. വീണ്ടും ദൈവവചനം കൊണ്ട് എങ്ങനെയാണ് യുഗാന്ത്യോന്മുഖപരമായ മാനത്തെ നമ്മൾ സ്പർശിക്കുക? അത് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നതല്ല, എന്നാലും ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയുക. 2 പത്രോസിന്റെ 3:12 ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ആകാശം തീയിൽ വെന്തുരുകയും ആകാശം തീയിൽ നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവേ. അവയെ സ്പീഡിലാക്കാനാ പറയുന്നത്. അപ്പൊ ഇതല്ല ദൈവവചനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശമായ സകലതിനെയും പൂർത്തീകരിക്കുന്ന, സകല സൃഷ്ടികളും ജീർണത വിട്ട് സമഗ്രതയെ പ്രാപിക്കുന്ന ആ നിമിഷത്തിലേക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ സജീവമായ ഉപകരണമാണ് സഭ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മുടെ കാലഘട്ടത്തില് ദൈവവചനത്തോടുള്ള വിശപ്പും ദാഹവും പരിശുദ്ധാത്മാവ് ഉളവാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അതാണ്. ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പറഞ്ഞിട്ട് ഇപ്പം അനശ്വരമായ സൃഷ്ടിയുടെ പൂർണ്ണതയെ സംബന്ധിച്ച് കൂടി പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും അദ്ദേഹം ഇതിനെ ഈ ദൈവവചനത്തെ കോൺട്രാക്ച്വലൈസ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ കലാശക്കൊട്ട് എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഒരു പുതിയ സുവിശേഷ പ്രഘോഷണ സംവിധാനം വേണം, ഒരു പുതിയ പ്രഘോഷണ ശൈലി വേണം, ഒരു പുതിയ ശ്രവണം വേണം. അത് 2 വിധത്തിൽ അത് ലക്ഷ്യമാക്കിയിരിക്കണം. ഒന്ന്, നവസുവിശേഷവൽക്കരണം. നമ്മളിത് ചർച്ച ചെയ്തത്, എന്നാൽ ഉപസംഹരിക്കുമ്പോൾ അദ്ദേഹം പോയിന്റ്സ് മാത്രം പറയുന്നത് കൊണ്ട് ഞാനത് എടുത്തു പറയുകയാണ്. ഇതുവരെയും ക്രിസ്തുവിനെ കേൾക്കാത്തവരുടെ ഇടയിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുക. രണ്ടാമത്തേത് നവസുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഒന്നുകിൽ നാമമാത്ര ക്രിസ്ത്യാനികളാവുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന മതിയായ അറിവുകളില്ലാത്തവരായി മാറുക, അല്ലെങ്കിൽ ഇത് രണ്ടുമുണ്ട്. മതിയായ അറിവുണ്ട്, നാമമാത്രം ക്രിസ്ത്യാനി അല്ല, മതിയായ അറിവുണ്ട്, പക്ഷെ പ്രായോഗികമായി ക്രിസ്ത്യാനി അല്ലാതെ ആവുക. അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം. അവർക്കുള്ളതാണ് നവസുവിശേഷവൽക്കരണം. നമുക്ക് ഇവാഞ്ചലി ന്യൂൻശാന്തി അത് നമുക്ക് നോക്കണം. അപ്പൊ നമുക്കറിയാം സുവിശേഷവൽക്കരണത്തെ സംബന്ധിക്കുന്ന പോളാറാമന്റെ രേഖ, പ്രബോധനം. അപ്പോ ഒന്നാമത്തേത് നവസുവിശേഷവൽക്കരണമാണെങ്കിൽ, രണ്ടാമത്തേത് ക്രിസ്തുവിനെ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ജാതികളുടെ ഇടയിലേക്കുള്ള ഘോഷണമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞവർ അനുസരിക്കാത്തവർ, മതിയാവണ്ണം അറിയാത്തവർ, അറിഞ്ഞിട്ടും അനുസരിക്കാത്തവർ, വീണ്ടും നാമമാത്ര ക്രിസ്ത്യാനികളായിരിക്കുന്നവർ, ഇവരെല്ലാവരെയും ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കണം. പോരാ, ഇന്ന് വരെയും ക്രിസ്തുവിനെ അറിയാത്തവനെ അവന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അതൊന്നും മറന്നു കളയരുത്, അവന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ആന്തരിക ചരട്, അന്തർധാരയില് ഊന്നി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം അവനോട് പ്രഘോഷിക്കാനുള്ള കാലഘട്ടത്തിന്റെ കടമ നമ്മളെ നിക്ഷിപ്തമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ദൈവത്തോടുള്ള വിശപ്പും ദാഹവും സദാകാലവും പരിശുദ്ധാത്മാവ് ജനതകൾക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സുവിശേഷത്തിന്റെ ഏറെ പ്രിയങ്കരമായ അദ്ദേഹത്തിന്റെ ആ പദം ഇതാണ്: മുന്നോടികളും സാക്ഷികളുമാണ്. സാക്ഷി എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു, അത് അനുഭവിച്ചു കഴിഞ്ഞു, അവനാണ് സാക്ഷി. അക്ഷിയുള്ളവനാണ്. കണ്ണുമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് സാക്ഷിയാവുന്നത്. മുന്നോടി എന്ന് പറയുന്നത് അവരന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരാനുള്ള പാത എന്ന നിലയ്ക്കാണ് അദ്ദേഹം അത് പ്രഘോഷിക്കുന്നത്. ഞാൻ ക്രിസ്തു അല്ല, അതാണല്ലോ വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം. അവൻ മുന്നോടിയായിരുന്നു.
ഞാനല്ല, എന്നിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, എന്റെ പിന്നാലെ ഞാൻ ആർക്ക് സാക്ഷ്യം വഹിക്കുന്നുവോ അവനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്നും സഭയിൽ പന്തക്കുസ്ത സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 123 അവസാനത്തെ ഭാഗമാകുമ്പോഴത്തേക്കും അദ്ദേഹം വളരെ പതിഞ്ഞ ഭാഷയിൽ, സൗമ്യമായ ഭാഷയിൽ പറയുന്നു, ഇന്നും സഭയില് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആനന്ദം, പന്തക്കുസ്ത സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ആനന്ദം സംജാതമായി കൊണ്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ എഴുതപ്പെട്ട വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനത്തിലും ഒക്കെ ആദ്യം എഴുതപ്പെട്ടതും രൂപീകൃതമായതും ലേഖനമാണ്. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിലെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തെയാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. ജീവന്റെ വചനത്തെ ഞങ്ങൾ കേൾക്കുകയും കാണുകയും സ്പർശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരാശയത്തിന്റെ പ്രശ്നമല്ല, കുറെ സതുപദേശത്തിന്റെയോ ജീവിതചര്യകളുടെയോ ഭണ്ഡാരമല്ല. നമ്മൾ നേരത്തെ ഒരുപാട് തവണ കണ്ടതുപോലെ ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിൽ അവിടുന്ന് വചനം മാംസമായി. അത് ഞങ്ങൾ കണ്ടു, അത് ഞങ്ങൾ കേട്ടു, അത് ഞങ്ങൾ തൊട്ടറിഞ്ഞു. ഈ സാക്ഷ്യം നമ്മൾ ഒറ്റയ്ക്കല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു, മുൻപേ കടന്നുപോയവരും നമുക്ക് മുൻപേ കടന്നുപോയവര്, സഭയുടെ മറ്റ് 2 അവസ്ഥകളെ സംബന്ധിച്ചിട്ടും കൂടിയാണ് അദ്ദേഹം പറയുന്നത്. വിജയസഭ അഥവാ വിജയസഭ, സഹനസഭ എന്നിവയെ സംബന്ധിച്ചു കൂടി അദ്ദേഹം പരാമർശിക്കുന്നു. മുൻപേ കടന്നുപോയ, അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതാണ്, മുൻപേ കടന്നുപോയവരും. ഇന്ന് ഈ തീർത്ഥാടക സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നു, ലോകമെങ്ങും ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട്, അത് അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തുന്ന ആ ഒരു കാര്യത്തിലാണ്, ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സംയോജിതാവസ്ഥ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാവരും ഒന്നു ചേർന്ന് ഒരു കമ്മ്യൂണിയനായിട്ട് ഒരുമിച്ച് നിൽക്കുക. അത് സംസ്കാരത്തിന്റെ ഒക്കെ വ്യത്യാസത്തിന് അപ്പുറത്തേക്കാണ് തിരുമേശയുടെ ചുറ്റുമുള്ള ഐക്യം. മനോഹരമായിട്ട് അദ്ദേഹം പറയുകയത് എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ ഭാഷകളെയും മതങ്ങളെയും ജാതികളെയും ഒക്കെ ഉല്ലംഘിക്കുന്നതാണ് ഈ ഒരു മേശയ്ക്ക് ചുറ്റും ഒരപ്പത്തിന് വേണ്ടിയുള്ള ഇരിപ്പും ആ അപ്പത്തിന്റെ ഭക്ഷണം. അത് മനം നിറഞ്ഞ ആനന്ദം സൃഷ്ടിക്കുന്നു. നിത്യജീവന്റെ വചസ്സുകൾ കണ്ടെത്തുമ്പോഴുള്ള സന്തോഷം പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ അവസാനമാകുമ്പോൾ അദ്ദേഹം മാതാവിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാതാവിനെ കുറിച്ചിട്ടാണ് എല്ലാ പ്രബോധനങ്ങളുടെയും അവസാനത്തെ ഭാഗം സംസാരിക്കാറുള്ളത്. ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നവൻ ക്രിസ്തുവിൽ ആരംഭിച്ച് മാതാവിൽ അവസാനിപ്പിക്കുന്നു എന്ന് ഏറെക്കുറെ കൃത്യമായിട്ട് നമുക്ക് ഈ പ്രബോധനങ്ങളുടെ ഒരു ശൈലി കാണുമ്പോൾ പറയാം. അദ്ദേഹം പറയുന്നത് ഇതാണ്, മറിയത്തോട് വചനമാണ് അരുൾ ചെയ്തത്, ദൈവത്തിന്റെ വചനം. വചനത്തെ മറിയം വിശ്വസിച്ചു, വചനത്തെ മറിയം സ്വാംശീകരിച്ചു, ഉദരത്തിൽ വഹിച്ചു. മറിയം അനന്തമായ ആനന്ദത്തിന് വിധേയയായി. നമുക്കറിയാം മറിയത്തിന്റെ സ്തോത്രഗീതം. അളവറ്റ ആനന്ദത്തിന് അവൾ വിധേയയായി, അവൾ അനുഭവിച്ചു, ആനന്ദം അനുഭവിച്ചു. ആനന്ദവും ആഹ്ലാദവും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, സന്തോഷവും ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. സന്തോഷവും ആഹ്ലാദവും ഒക്കെ മാനുഷികവും ലൗകികവുമാണ് എങ്കിൽ ആനന്ദം എന്നത് ഇരമ്പിയാർക്കുന്ന കടലിന്റെ നടുവിൽ നിൽക്കുമ്പോഴുള്ള സമാധാന ചിത്തതയും ഒക്കെ, ആ കടലിന് ഈ സമാധാനവുമായിട്ടൊരു ബന്ധവുമില്ല. അതുപോലെയാണ് ആനന്ദത്തിന് ആഹ്ലാദവും സന്തോഷവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. മറിയത്തിന്റെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള വകയൊന്നും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ അവൾ ആനന്ദവതിയായിരുന്നു. ആ ആനന്ദമാണ്, അത് വചനം നൽകുന്ന ആനന്ദമാണ്. ലോകത്തിന് സന്തോഷം തരാൻ കഴിയും, പക്ഷെ ആനന്ദം തരാൻ കഴിയില്ല. വചനത്തിന് ചിലപ്പോൾ സന്തോഷം തരാൻ കഴിഞ്ഞേക്കാം, പക്ഷെ അത് നിശ്ചയമായും ആനന്ദം തരും. അപ്പോ വചനം അനുഗ്രഹിക്കും. വചനം സ്വാംശീകരിക്കുന്നവർ അനുഗ്രഹീതരാകും. ഈ 4 പ്രോസസ്സാണ് അത് പറയുന്നത്.
വചനം വിശ്വസിക്കുന്നു, വചനത്തെ സ്വാംശീകരിക്കുന്നു, വചനം ആനന്ദം നൽകുന്നു, വചനത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോ ഇനി അദ്ദേഹം പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ആ 8:19 മുതൽ 21 വരെയുള്ള പലർക്കും ഇത്തിരി വൈക്ലഭ്യം അത് വായിക്കുമ്പോൾ തോന്നാറുള്ള ഒരു ഭാഗമാണ്. അവന്റെ അമ്മയും സഹോദരരും അവിടെ വന്നു. നിന്റെ അമ്മയും സഹോദരനും വന്നിട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞു അല്ലെ? പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, വചനം ശ്രമിക്കുകയും പാലിക്കുകയും ചെയ്തുകൊണ്ട് ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? ഇതാ ഇവനാണ്. ദൈവത്തിന്റെ വചനം ദൈവവചനം ശ്രമിക്കുകയും അതനുസരിച്ച് പാലിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. ഈ വാക്യത്തെ മറിയവുമായി ഒരു ബന്ധവുമില്ല ക്രിസ്തു മറിയത്തിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ചില ആളുകളുടെ വാദത്തെ, അങ്ങനെ ഒരു വാദം ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ മറിയം മുട്ടത്തോടായത്. അപ്പോ ആ വാദത്തെ നിർദാക്ഷിണ്യം ഖണ്ഡിച്ചുകൊണ്ട് വളരെ അതിന്റെ ഒരു പൊടി പോലും ഇല്ലാതെ അതിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ബെനഡിക്തോസ് 16 സ്വന്തമായ അതിമനോഹരമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വചനം ശ്രവിക്കുകയും പാലിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കും പ്രാപിക്കാവുന്ന അനുഗ്രഹീതമായ ഒരവസ്ഥയാണ് അവളുടേത് എന്ന് ക്രിസ്തു സാക്ഷിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നേരെ കാര്യം തിരിഞ്ഞു. എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ എന്ന വിശേഷണത്തിലേക്ക് നിങ്ങൾക്ക് ചേരണം. യേശുവിന്റെ അമ്മയും യേശുവിന്റെ സഹോദരനും ആകണം. കാര്യമുള്ളൂ. കാര്യം ഇതാണ്, വചനം പാലിക്കണം, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ അമ്മയും സഹോദരനെയും കാണിച്ചുകൊണ്ട് പറയുക, അതേമാതിരി തന്നെയാണ് നിങ്ങൾ. ചുരുക്കത്തിൽ രോഗിക്ക് ആശ്വാസമായി, വിശക്കുന്നവന് ചോറായി വചനം എത്തുമ്പോൾ, വചനത്തെ വളർത്തുമ്പോൾ, അധ്യാപകനായും അമ്മയായും ഒക്കെ വചനത്തെ വളർത്തുമ്പോൾ നാമും അവന്റെ അമ്മയും സഹോദരരുമാകുക. ഏറെ അമ്മയാകുന്നത് വേദപാഠാധ്യാപകരാണ്. നിങ്ങളിൽ പലരും വേദപാഠാധ്യാപകരാണ്. അപ്പൊ ഉപസംഹരിക്കുമ്പോൾ അവരെ ഒന്ന് പ്രശംസിച്ച് പറയാതെ വയ്യ. ഒരു മനുഷ്യന്റെ ദൈവാനുഭവം രൂപപ്പെടുന്നത് കുഞ്ഞു വേദപാഠ ക്ലാസ്, കുഞ്ഞല്ല വലിയ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ദൈവവചനത്തിന്റെ അമ്മയായി, ആനന്ദമായി, വിശ്വസിച്ച് സ്വാംശീകരിച്ച് കൊടുത്ത് അനുഗ്രഹീതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നവരാണ്. ഇനി അടുത്തത് അദ്ദേഹം ഉപസംഹരിക്കുമ്പോൾ പറയുന്നത് വെളിപാടിന്റെ 3:20 കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദൈവവചനം നമുക്ക് സമീപസ്ഥമാണ്. വചനത്തിന് നാം നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തു കഴിയുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ ജീർണതയിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള യാത്ര വചനത്തിന്റെ സ്വാംശീകരണത്തിലാണ് ആരംഭിക്കുന്നത്. വീണ്ടും ഏറ്റവും അവസാനത്തെ വാക്കായി അദ്ദേഹം പറയുന്നത്, ഇതൊരു ക്വിസും കൂടെയാണ്. ആ വാക്കിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഇത് മ്യൂട്ടൊക്കെ മാറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം. 1 പത്രോസ് 1:25 പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിത്യം നിലനിൽക്കുന്ന വചനത്താൽ. അത് യെശയ്യായുടെ 40:8 അതിന് ബന്ധമുണ്ട്. ഇത് രണ്ടും കൂടെ ക്രോഡീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, നിത്യം നിലനിൽക്കുന്ന വചനത്താൽ സഭ എല്ലായ്പ്പോഴും നവീകരിക്കപ്പെടുകയും നവചൈതന്യം ആർജിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും സഭ പുതുതായിക്കൊണ്ടിരിക്കുന്നു. പുത്തൻ വെല്ലുവിളികള്, പുത്തൻ ലക്ഷ്യങ്ങള്, പുത്തൻ പ്രയാണങ്ങള് ദൈവവചന കേന്ദ്രീകൃതമായി ദൈവവചനം എന്ന അന്തരീക്ഷത്തിൽ സഭ വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അല്ലെങ്കിൽ മ്യൂട്ടടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നെ അത് പൊട്ടിക്കാം. 1 പത്രോസ് 1:25 പ്രത്യേകത ഈ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് വെർബും ദോമിനി ആരംഭിക്കുന്നത്. ഈ വാക്കിൽ തന്നെയാണ് ഇത് അവസാനിക്കുന്നത്. ഈ വൃത്തം ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്തത്, ഈ വൃത്തത്തിന്റെ ആരംഭം എവിടെ നിന്നാണ് എന്നുള്ള സൂചന കൂടി ബെനഡിക്തോസ് 16 തരുന്നു. കാരണം 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിലെ
ദൈ വെർബും എന്ന ഇതിന്റെ പ്രബോധനത്തിന്റെ അവസാനത്തെ വാക്യമാണ് 1 പത്രോസ് 1:25. ആ 1 പത്രോസ് 1:25 വെർബും ദോമിനി ആരംഭിച്ചു. അതിൽ തന്നെ 1 പത്രോസ് 1:25 സജീവമായ നിത്യം നിലനിൽക്കുന്ന വചനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം വെർബും ദോമിനി എന്ന ഈ അപ്പസ്തോലിക പ്രബോധനം അവസാനിക്കുന്നു. ഏറെ നന്ദിയോടുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. 10 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഇത് എടുത്തത്. ഇത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചതിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വ്യക്തിപരമായി ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് ഏറെ കൃതജ്ഞതയോടുകൂടെ ഞാൻ നന്ദി പറയുന്നു. 1 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ സെഷനിലേക്ക് പോകാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇതിനെ സംബന്ധിക്കുന്ന അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, വചനമാകുന്ന അങ്ങ് ഞങ്ങളോട് തിരുസഭ വഴിയായി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, ഇവരോട് സംസാരിക്കുവാന് ഉള്ള യോഗ്യതയോ അതിനുള്ള ബലമോ അതിനുള്ള പുണ്യമോ എനിക്കില്ല. എങ്കിലും അങ്ങയുടെ കൃപ എന്നെ എടുത്തുയർത്തി ഇവിടം വരെ, ഈ നിമിഷം വരെ വഴി നടത്തി. ഈശോയെ, ഞാൻ പറഞ്ഞിടത്തുള്ള എല്ലാ മാനുഷികമായ പരിമിതികളെയും ഉല്ലംഘിക്കുന്ന പരിശുദ്ധാത്മ കൃപയാൽ ഇവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന നിബദ്ധിയായ ഒരു ജീവിതം നയിക്കുവാൻ, വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അങ്ങനെ സൃഷ്ടിയുടെ പൂർണ്ണതയായ മഹിമയിലേക്ക് ഇവരും ഞാനും അനേകരും ഇവർ മുഖാന്തരം നടന്നെടുക്കുവാൻ ഈ ക്ലാസ്സുകൾ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ സ്വാംശീകരിച്ച പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടി, അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വചനം വിതയ്ക്കപ്പെട്ട് 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിപ്പിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൂപ്പറായിട്ട് കഴിച്ചു ജോണിച്ചായ. എന്തോ ഞാൻ ജോണിച്ചായൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ വെർബും ദോമി വായിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ജോണിച്ചായൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഞാനത് ബുക്ക് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എന്തൊരു ഈസിയാണ് ജോണിച്ചായൻ എത്ര ഈസി ആയിട്ട് അത് മനസ്സിലാക്കി തരുന്നതെന്ന്.